PMKUY എന്ന് പറഞ്ഞ, അതായത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ ഒരു സ്കിൽ ഇനീഷ്യേറ്റീവ് ഉണ്ട്. അത് വിലയിരുത്താനും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോണലിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഞാനൊക്കെ പോയ സമയത്ത് ഈ PMKUY നടത്തുന്നത് ആക്ച്വലി പ്രൈവറ്റ് പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ ഗവൺമെന്റ് പൈസ ഉഹും. കൊടുത്തിട്ട് പ്രൈവറ്റ് സെന്ററുകളിലാണ് ഇത് നടത്തുന്നത്. അപ്പൊ ഉം. അങ്ങനെ ഒരാളോട് സംസാരിച്ചപ്പോ ഈ PMKUYയുടെ അവസാനത്തെ ട്രാഞ്ച് ഓഫ് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉം. 70% കുട്ടികൾക്കും പ്ലേസ്മെന്റ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ. മിക്കവാറും അടുത്തും ഇത് നടക്കുന്നത് ഉഡായിപ്പ് വഴിയാണ്. ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിക്കും, തട്ടിപ്പ് കാണിക്കും, ഉം. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ വിസിറ്റ് ചെയ്ത ഒരു സെന്ററിൽ ആളോട് സംസാരിച്ചപ്പോ ആളെന്നോട് ഭയങ്കര ദയനീയമായിട്ട് പറഞ്ഞത്, അവർക്ക് ജോലി കൊടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ എവിടെയാണ് ജോലി ഉള്ളത്? സ്കില്ലുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, ജോലികൾ വേണ്ടേ ഉം. എന്നാണ് പുള്ളി ചോദിച്ചത്. ഉം. അപ്പൊ പലപ്പോഴും നമ്മളുടെ രാജ്യത്തിന്റെ പ്രശ്നവും നമ്മളുടെ സ്കില്ലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ പ്രശ്നവും ഒക്കെ ഇതാണ്. നമുക്ക് ആവശ്യത്തിന് ജോലികളില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സോണൽ. എൻ്റെ കൂടെയുള്ളത് ആനന്ദ്. ഞങ്ങൾ രണ്ടുപേരും നയനിധി പോളിസി കളക്ടർ എന്ന ഓർഗനൈസേഷന്റെ കോഫൗണ്ടേഴ്സ് ആണ്. കഴിഞ്ഞ ആഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിൽ മൊത്തം മെയിനായിട്ട് ഡൽഹിയിലൊക്കെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലരുടെയും വലിയ പ്രൊട്ടസ്റ്റുകൾ കേരളത്തിൽ നടന്നു. അപ്പം നമ്മൾ പലരെയും വളരെയധികം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒത്തിരി യുവാക്കൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും ഈ പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് വന്നു. ഗവൺമെന്റ് കോംപ്രമൈസുകളൊക്കെ നടത്തുന്നതിന്റെ മുമ്പ് ജന്തർ മന്ദിറിൽ ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഓരോ ദിവസവും കൂടും. ഇത്രയും വലിയൊരു യൂത്ത് ലെഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഇത്രയും യൂത്ത് ഒരുമിച്ച് വരുമെന്ന് പലപ്പോഴും പലർക്കും ഒരു അത്ഭുതമായിരുന്നു. ഈ പ്രൊട്ടസ്റ്റ് തുടങ്ങാനും അല്ലെങ്കിൽ ഒരു മേജർ ഇഷ്യൂ ആയിട്ടൊക്കെ അവർ വെച്ചിരുന്നത് നീറ്റ് എക്സാമും അതിനകത്തുള്ള പേപ്പർ ലീക്കും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റെസിഗ്നേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് മാത്രമാണോ ഇഷ്യൂ? ഇന്ത്യയിൽ മൊത്തത്തിൽ യുവാക്കൾ നേരിടുന്ന വേറെയും ഇഷ്യൂസ് ഉണ്ടോ? അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക്കലി, സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അവരെ ഞങ്ങളുടെ അഭിപ്രായത്തിൽ നേരിടുന്ന ഒരു വലിയ ഇഷ്യൂ, നമ്മളിപ്പോൾ പലപ്പോഴും ന്യൂസ് പേപ്പറിലൊക്കെ ഈ സമയങ്ങളിൽ ആർട്ടിക്കിൾസ് ഒക്കെ വരുന്നതിനകത്ത് ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ യുവാക്കൾക്ക്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്ക്, എഡ്യൂക്കേറ്റഡ് യൂത്തിന് പലപ്പോഴും ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് ജോലികളില്ല. അതേസമയം അവർക്ക് ഗവൺമെന്റ് അടുത്തുനിന്ന് ജോലികൾക്കും ജോലി സാധ്യതകളും എക്കണോമിയിൽ അങ്ങനത്തെ ഒരു അവസരങ്ങൾ ഉയരാത്തത് അവരുടെ ഇടയിൽ ഒരു ദേഷ്യം ഉണ്ടാക്കുന്നു. ഇതൊരു ഇങ്ങനത്തെ ഒരു പ്രൊട്ടസ്റ്റുകളെല്ലാം വളരാൻ ഇതൊരു കാരണമായി തീരുന്നു എന്ന് ഞങ്ങളുടെ ഒരു അഭിപ്രായം. റൈറ്റ്. ആം, അപ്പം കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ BJP ഗവൺമെന്റ് 2014 മുതൽ വന്നതിന് ശേഷം പല പോളിസീസും അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് ട്രൈ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ ഒരു ഇന്റേൺഷിപ്പ് പോളിസി കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. റൈറ്റ്. ഞാനും ആനന്ദൊക്കെ ഞങ്ങൾ കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊരു സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സെക്ടറിൽ ഞങ്ങളൊരു ഫെലോഷിപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഗവൺമെന്റുമായിട്ട് ചേർന്നൊക്കെ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇതൊരു സ്കില്ലിംഗ് ഇഷ്യൂ ആണോ? സ്കില്ലുകൾ ഇന്ത്യയിലെ യുവാക്കൾക്കോ അല്ലെങ്കിൽ യുവതികൾക്കോ ഇല്ലാത്തത് കൊണ്ടാണോ അവർക്ക് ജോലി കിട്ടാത്തത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പൊ ഈ പോഡ്കാസ്റ്റിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ജോലികൾ ഇല്ലാത്തത്, അല്ലെങ്കിൽ ജോലികളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യമായിട്ട് ഇന്ത്യയിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു തൊഴിൽ സാഹചര്യം, അൺഎംപ്ലോയ്മെന്റും എംപ്ലോയ്മെന്റും ഒക്കെ ഒരു സിനാരിയോ എന്താണ് ആനന്ദേ എനിക്ക് തോന്നുന്നത്? നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്കൊരു വേറൊരു സ്റ്റാറ്റിസ്റ്റിക്കും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ മിന്റ് എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഏജൻസി പുറത്തുവിട്ട ഒരു ഡേറ്റ ഇതാണ്. ഉം. നിങ്ങൾക്കിതിൽ നോക്കിയാൽ കാണാൻ പറ്റുമായിരിക്കും. ഇവർ പറയുന്നത് ജെൻസിയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഷെയർ ഓഫ് പോപ്പുലേഷൻ എന്നിവർ പറയുന്നുണ്ട്. ഈ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 25.4% ഇന്ത്യയുടെ പോപ്പുലേഷനും ഇപ്പോൾ ജെൻസിയാണ് എന്നാണ് ഈ ഉം. ഗ്രാഫ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വരും കാലങ്ങളിൽ ജെൻസി ഒരു മേജർ ഒരു പൊളിറ്റിക്കൽ പവറും പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പൊക്കെ ആവാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് അടുത്ത ഇലക്ഷനിലൊക്കെ. അപ്പോൾ ഉം. അവരുടെ ഡിമാൻഡ്സും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഉം. തോന്നുന്നു റീസെന്റ് പ്രധാനമന്ത്രിയും കുറേയധികം ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഔട്ട്റീച്ച് നടത്താനും അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. ബാക്കിയുള്ള മിനിസ്റ്റേഴ്സിനോടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കണ്ടിരുന്നു. ഉം. എനിക്ക് തോന്നുന്നു ഒരു ഔട്ട്റീച്ചിനേക്കാളും മുകളിൽ എന്താണ് ഈ ജെൻസി, നമ്മളുടെ യുവാക്കൾ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നം എന്ന് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കേണ്ട ആവശ്യകതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉം. അപ്പോൾ Yeah. എന്താണ് ആ പ്രധാന പ്രശ്നം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രശ്നം എന്ന് പറയുന്നത് സോനിൽ പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മയാണ്, അൺഎംപ്ലോയ്മെന്റ് ആണ്. ഇതിന് വേണ്ടിയിട്ട് കുറേയധികം സ്റ്റാറ്റിസ്റ്റിക്കും കുറേയധികം ഡേറ്റയും ഒക്കെ അവൈലബിൾ ആണ് നമ്മൾക്ക്. അപ്പോൾ ഗവൺമെന്റ് തന്നെ നടത്തുന്ന പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എന്ന് പറഞ്ഞൊരു സർവേ ഉണ്ട്.
അപ്പോൾ ഇതുവഴി ഈ PLFS വഴി നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം 367 മില്യൺ യുവാക്കളാണ്. അതായത് എനിക്ക് തോന്നുന്നു 36 കോടിയോളം ആൾക്കാരാണ് ഈ ഒരു 15 ടു 29 ഏജ് ഗ്രൂപ്പിൽ വരുന്നത്. യുവാക്കൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഏജ് ഗ്രൂപ്പിൽ വരുന്നത്. അതിൽ വെറും 127 മില്യൺ ആൾക്കാർക്ക് മാത്രമാണ്, 12 കോടി ആൾക്കാർക്ക് മാത്രമാണ് കൃത്യമായിട്ടൊരു ജോലി ഉള്ളത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതായത് 35% പേർക്ക് മാത്രമേ ഈ ഒരു ഏജ് ജോലിയുള്ളൂ. ഗ്രൂപ്പിലുള്ളവർക്ക് ജോലിയുള്ളൂ. അപ്പൊ 65% ആൾക്കാരും ഇപ്പോഴും ജോലി ഇല്ലാതെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഈ PLFS സർവേ പറയുന്നത്. അപ്പൊ അതിൽ തന്നെ കൃത്യമായിട്ടൊരു എന്താ പറയാ, കൃത്യമായിട്ടൊരു സാലറിയും കൃത്യമായിട്ട് സോഷ്യൽ സെക്യൂരിറ്റിയും പെൻഷനല്ല പ്രൊവിഡന്റ് ഫണ്ട് സിസ്റ്റവും അങ്ങനെയൊക്കെ കിട്ടുന്നത് വെറും 15 മില്യൺ ആൾക്കാർക്കാണ്. അതായത് 1.5 കോടിയോളം ആൾക്കാർക്കാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് വെറും 4% ആൾക്കാർക്ക് മാത്രമേ റെഗുലർ ആയിട്ടുള്ള സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാവരും അത്രയധികം ഫിക്സഡ് എംപ്ലോയ്മെന്റ് അല്ല, എന്തെങ്കിലും കോൺട്രാക്ച്വൽ വർക്കോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇന്ത്യയിൽ ഒരു വലിയൊരു അൺഎംപ്ലോയ്മെന്റ് പ്രശ്നമുണ്ട്. 96% ആൾക്കാർക്കും ഐദർ ജോലിയില്ല അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ജോലികളൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ PLFS സർവേയിലൊക്കെ പറയുന്നത്. അപ്പോൾ ഈ നീറ്റ് പോലത്തെ പരീക്ഷകൾ, നീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ MBBS പഠിക്കാനും ഡോക്ടർ ആവാനും വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്. അതല്ലാതെ തന്നെ നമ്മൾ വേറെ കുറെ അധികം പേപ്പർ ലീക്കുകളൊക്കെ കണ്ടത് ഗവൺമെന്റ് സർവീസിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള എക്സാംസിലൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗേറ്റ് വേ എക്സാം ആണ്. അതായത് ഒരു നല്ല ഭാവിയിലേക്കുള്ളതും നല്ല ജോലി കിട്ടാനും ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് പലരും ഈ എക്സാമുകളൊക്കെ കാണുന്നത്. അപ്പോൾ ഈ എക്സാമുകളിൽ തന്നെ പേപ്പർ ലീക്ക് ഉണ്ടാവുമ്പോൾ രോഷമുണ്ടാവും, അമർഷമുണ്ടാവും എന്നൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം വളരെ ഒരു ചെറിയ പെർസെന്റേജിന് മാത്രമേ നല്ല ജോലികൾ കിട്ടുന്നുള്ളൂ. ആ നല്ല ജോലികളിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് ഈ എക്സാമുകൾ. ഈ എംപ്ലോയ്മെന്റ് സിനാരിയോ ഞാൻ ഒന്നും കൂടി ഡീപ്പായിട്ട് നോക്കിക്കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് നിൽക്കുന്നത് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ്. അതായത് എന്തെങ്കിലും ഒരു ഡിഗ്രി കിട്ടിയ ആൾക്കാരുടെ ഇടയിലാണ് ഏറ്റവും വലിയ അൺഎംപ്ലോയ്മെന്റ് ഉള്ളത്, ഡിഗ്രി കിട്ടാത്ത ആൾക്കാരെ വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ. അതിൽ തന്നെ 15 ടു 29 ഏജ് ഗ്രൂപ്പിൽ 40% ആൾക്കാരും അൺഎംപ്ലോയിഡ് ആണ് എന്നുള്ളതാണ് സർവേസും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ വേറൊരു സർവേയും കൂടി നോക്കുമായിരുന്നു. സ്റ്റേറ്റ് ഓഫ് വർക്കിംഗ് ഇന്ത്യ റിപ്പോർട്ട് എന്ന് പറഞ്ഞ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി ഒക്കെ റിലീസ് ചെയ്തൊരു സർവേ ആണ്. നമ്മൾ ആക്ച്വലി ഈ സർവേ ചെയ്ത പ്രൊഫസേഴ്സിനോടൊക്കെ റീസെന്റ് കുറച്ച് ദിവസം മുന്നേ ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ടു വർക്ക് ട്രാൻസിഷൻ ആണ് യൂഷ്വലി നടക്കുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിന്റെ ഇടയിൽ. അപ്പൊ ഇത് യൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഏജ് ഗ്രൂപ്പിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഗ്രാജുവേറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ അവര് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചു കാലത്തേക്ക് ഓക്കെയാണ്. അതായത് നിങ്ങൾ ഡിഗ്രി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് കുറച്ചു കാലത്തേക്ക് അൺഎംപ്ലോയ്ഡ് ആയി നിൽക്കുന്നത് നാച്ചുറൽ സ്വഭാവമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ ഇന്ത്യയിലുള്ള ഒരു ഡിസ്റ്റർബിംഗ് ഫാക്ട്, ഇത് കുറച്ചു കാലം കഴിയുമ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവർക്ക് അത്യാവശ്യം കണക്ഷൻസും നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും അവർക്ക് ജോലി കിട്ടാൻ പാടാണ് ഇപ്പൊ ഇന്ത്യയിൽ എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വർക്കിംഗ് റിപ്പോർട്ടിലൊക്കെ പറയുന്നത്. അപ്പോ ഇതൊരു ഇമ്പോർട്ടന്റ് പ്രശ്നമാണ്. ഞാനപ്പോ ഡേറ്റ ഫോർ ഇന്ത്യയുടെ ഒരു ഗ്രാഫും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതില് 20 ടു 24 വയസ്സിലുള്ളവരുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 37%. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇവർക്ക് ട്രാൻസിഷൻ ഒക്കെ ആയിട്ട് കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇവർക്ക് ജോലി കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 25 ടു 29 ഏജ് ഗ്രൂപ്പിന്റെ ഇടയിലും ഓൾമോസ്റ്റ് 20% അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. അപ്പോ അത് കാണിക്കുന്നത് അവർക്ക് അത്ര വേഗം ജോലിയിലേക്ക് കടക്കാൻ പറ്റുന്നില്ല, വലിയൊരു പെർസെന്റേജ് ആൾക്കാർ ഇപ്പോഴും അൺഎംപ്ലോയ്ഡ് ആയി നിൽക്കുകയാണ് എന്നൊക്കെയുള്ളതാണ്. ഇത് അഗെയിൻ ഒരു ഭയങ്കര ഡിസ്റ്റർബിംഗ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നി. ആൾക്കാർക്ക് ചിലപ്പോൾ ഇനി മുതൽ എഡ്യൂക്കേഷന് പകരം വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകണോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഗ്രാജുവേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്കൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. സ്റ്റേറ്റ് ഓഫ് വർക്കിംഗ് ഇന്ത്യ റിപ്പോർട്ടിൽ തന്നെ അവർ വേറൊരു സംഭവം കോട്ട് ചെയ്യുന്നത് ഇപ്പൊ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നമ്പറുകൾ തന്നെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് പണ്ടൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവർ 2011 പറയുന്നത് ഓൾമോസ്റ്റ് 40 ലക്ഷം ആൾക്കാരാണ് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് 1.1 കോടിയാണ്. അതായത് ഒരു 10-15 വർഷത്തിനിടയിൽ നമ്മൾ അത്രയധികം കൂടുതൽ ഗ്രാജുവേറ്റ്സിനെ ഉണ്ടാക്കുന്നുണ്ട്, അവരൊക്കെ അൺഎംപ്ലോയ്ഡ് ആവുകയാണ്. അപ്പൊ അവർക്കൊക്കെ തോന്നുന്നത് അവരുടെ എഡ്യൂക്കേഷനൊക്കെ വെറുതെ ആയി, അവർ ഇത്രയും കാലം വേസ്റ്റ് ചെയ്തു. ഇത്രയധികം ആൾക്കാരുടെ ഒരു ഡിസപ്പോയിന്റ്മെന്റും കൂടി അവിടെ വരുന്നുണ്ട്, 1 കോടിയുടെ മുകളിലൊക്കെ ഉള്ള ആൾക്കാരുടെ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ചും കൂടി ഈ പ്രശ്നത്തിനെ കൂടുതൽ പ്രോബ്ലമാറ്റിക് ആക്കുന്നത്. കാരണം ഇത്രയധികം നമ്പർ ഓഫ് ആൾക്കാരാണ് നമ്മൾക്കിവിടെ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ളത്. പിന്നെ വേറൊരു സംഭവം ഈ സ്റ്റേറ്റ് ഓഫ് വർക്കിംഗ് ഇന്ത്യ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്, ആണുങ്ങൾ പലപ്പോഴും ഇപ്പോൾ പൊതുവെ ഹയർ എഡ്യൂക്കേഷന് പിന്മാറിയിട്ട് വേറെ പല ജോലികളിലേക്കും പോവുകയാണ്.
സ്കൂളൊക്കെ കഴിയുമ്പോൾ തന്നെ അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണ്. അങ്ങനത്തെ ഉം, ടെൻഡൻസി കൂടി വരുന്നുണ്ട് ഇന്ത്യയിൽ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എനിക്ക് ഉം, തോന്നുന്നു മിക്കവാറും ആൾക്കാരും അഗ്രികൾച്ചർ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ഇതിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ ഉം, കോവിഡിന് ശേഷമൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നത് അഗ്രികൾച്ചർ സെക്ടറിലാണ്. അതെനിക്ക് ഭയങ്കര ഉം, അത്ഭുതമായിട്ട് തോന്നി. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് അഗ്രികൾച്ചറിൽ ജോലി ചെയ്യുന്നത് പലപ്പോഴും നിവൃത്തികേട് കൊണ്ടാണ്. അതായത് വേറൊരു ജോലി ഇല്ലാത്തത് കൊണ്ടാണ് അഗ്രികൾച്ചറിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവുന്നത്. ഉം, അല്ലാതെ അത് ശരിക്കും പ്രോഫിറ്റ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ടൊന്നും അല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഒരു വലിയൊരു ക്രൈസിസ് ഉണ്ട്. നല്ല ജോലികൾ ഇല്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. ആൾക്കാർ അഗ്രികൾച്ചറിലേക്കും സെൽഫ് എംപ്ലോയ്മെന്റിലേക്കൊക്കെ പുഷ് ചെയ്യപ്പെടുകയാണ്. അവർക്ക് അത്ര ഉം, താല്പര്യമില്ലാതെ പോവുകയാണ്. നല്ല ഉം, ജോലികളുടെ ഒരു അഭാവം ഇന്ത്യയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കിത് വെറുതെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളുടെ ചുറ്റും ഏതൊക്കെയാണ് നല്ല ജോലികൾ, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം തരുന്നത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാരും പറയുന്നത് IT, ഉം, ഫിനാൻസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലികളൊക്കെ ആയിരിക്കും. ഉം, ഇതല്ലാതെ നമ്മൾക്ക് വേറെ എവിടെയാണ് നല്ല ജോലികൾ ഉള്ളത് എന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഉം, ഇതിൽ തന്നെ IT-യും ഫിനാൻസും ഒക്കെ AI ഒക്കെ വന്നതിന് ശേഷം ഒന്ന് ഡിക്ലൈനിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. അപ്പോ ഉം, ഇന്ത്യ ഒരു വലിയൊരു എംപ്ലോയ്മെന്റ് ക്രൈസിസിലേക്കാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ ഡേറ്റ. അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ ഈ കാണുന്ന പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും എന്നൊക്കെയുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് എത്രയും വേഗം നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ട സ്റ്റെപ്സ് ഗവൺമെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ യുവാക്കളാണ് ഇന്ത്യയുടെ ഇനി ഒരു മേജർ പൊളിറ്റിക്കൽ ഗ്രൂപ്പും പവർ ഗ്രൂപ്പും ഒക്കെ ആവാൻ പോകുന്നത്. അപ്പൊ അവരുടെ ഉം. ഡിമാൻഡ്സ് നമ്മൾ കൃത്യമായി നോട്ടീസ് ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് എൻഷുർ ചെയ്തിട്ടില്ല, അഡ്രസ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രക്ഷോഭത്തിലേക്കൊക്കെ നീങ്ങും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് നമ്പേഴ്സ് വളരെ സർപ്രൈസിംഗ് ആണ്. അപ്പോ നമ്മൾ എന്നിട്ട് ഇത്രയും വർഷമായിട്ടും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ യുവാക്കളുടെ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിട്ടുള്ളൂ എന്ന് തന്നെയുള്ളത് തന്നെ ഒരു അത്ഭുതമാണെന്ന് അതെ എനിക്ക് അതെ. തോന്നുന്നു. പക്ഷേ ഇപ്പം ഇതിനെപ്പറ്റി ഒരു കോൺവെർസേഷൻ പൊതുവെ നടക്കാറുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. അതിന്റെ കാരണം ആൾക്കാർക്ക് സ്കിൽ ഇല്ലാത്തത് കൊണ്ട് ആണെന്നുള്ള ഒരു പൊതുവെ ആൾക്കാർ പറയാറുണ്ട് റൈറ്റ്. അതായത് ഞാൻ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2026 ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർ അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ യുവാക്കളിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ എംപ്ലോയബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 56% ആൾക്കാരും എംപ്ലോയബിൾ അല്ല. അല്ലെങ്കിൽ ജോലി നേടാനുള്ള സ്കില്ലുകൾ അവർക്കില്ല എന്നുള്ളത് പറയാറുണ്ട്. അതെന്ത് തോന്നുന്നത്? ഇതൊരു സ്കില്ലിന്റെ പ്രോബ്ലം ആണോ? ആൾക്കാർക്ക് ജോലി ഇല്ലാത്തത് അവർക്ക് കൂടുതൽ സ്കില്ലിംഗ് ഇല്ലാത്തതുകൊണ്ടാണോ? അപ്പൊ സ്കില്ലിംഗ് ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ നമ്മൾ കൂടുതൽ സ്കില്ലിംഗ് നടത്തണം. അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു അപ്രോച്ച് മാറ്റണം. സോ ഇതൊരു സ്കില്ലിംഗ് പ്രോബ്ലം ആണോ നമുക്ക് എഡ്യൂക്കേഷൻ നമുക്കിപ്പം ജോലി ഇല്ലാത്തത്? ഇതിൽ ആക്ച്വലി ഞാനും സോനു രണ്ടുപേരും സ്കില്ലിൽ തന്നെ വർക്ക് ചെയ്തതാണ് ഒരു 2 കൊല്ലത്തോളം നമ്മൾ ഈ ഓർഗനൈസേഷൻ തുടങ്ങുന്നതിന് മുന്നേ. അതിനു മുന്നേ ഞാൻ വേറൊരു 3 കൊല്ലത്തോളം കേരള ഗവൺമെന്റ് ഒരു സ്കിൽ ഓർഗനൈസേഷനിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഭവം ഇതൊരിക്കലും ഒരു സ്കില്ലിംഗ് ഇഷ്യൂ അല്ല എന്നുള്ളതാണ്. ഇപ്പോ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടിന്റെ കാര്യമൊക്കെ സോനിൽ പറഞ്ഞു. ഏകദേശം പകുതിയോളം ഇന്ത്യക്കാർക്കും എംപ്ലോയബിൾ ആവാനുള്ള സ്കില്ലുകൾ ഇല്ല എന്നാണ് അതിലൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കതിനോടൊരു വലിയൊരു ഡിസഗ്രിമെന്റ് ഉണ്ട്. കാരണം നമ്മളുടെ പാസ്റ്റ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ IT സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. കാരണം ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്ത അല്ലെങ്കിൽ ആൾക്കാരെ ഡിമാൻഡ് ചെയ്ത ഒരു സെക്ടറായിരുന്നു IT സെക്ടർ എന്ന് പറയുന്നത്. അപ്പോ പലരും എന്റെ പല ഫ്രണ്ട്സും എനിക്ക് തോന്നുന്നു സോനിൽ തന്നെ ആദ്യം IT സെക്ടറിൽ കുറച്ചുകാലം യാ യാ വർക്ക് ചെയ്തതാണ്. യാ. അപ്പോ ഇവരാരും കോളേജ് കഴിയുമ്പോഴേ വെൽ പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല. എല്ലാ സ്കിൽസുമായിട്ടൊന്നും അല്ല അവർ IT സെക്ടറിലേക്ക് പോയത്. കറക്റ്റ്. IT സെക്ടർ കുറെ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോ അത്രയധികം ആൾക്കാർ IT സെക്ടറിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പോ സ്കില്ലില്ലാത്ത ആൾക്കാരെയും കൂടി എടുത്തിട്ട് ട്രെയിൻ ചെയ്തിട്ട് കമ്പനിക്ക് വേണ്ട രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കുകയാണ് മിക്കവാറും സംഭവിച്ചത്. യാ. അപ്പോ ഇപ്പോ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കാർക്ക് സ്കില്ലില്ല എന്ന് പറയുന്നത് ഒരു ഒരു ആളുടെ പ്രശ്നമായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പക്ഷെ ഇതൊരു വേറെ ഒരു സിസ്റ്റമിക് പ്രശ്നമാണ്. ഇനഫ് ജോലികളില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. കാരണം അത്രയധികം ആൾക്കാരെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കമ്പനികൾ തന്നെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയാണ് ഇവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ IT സെക്ടറിന്റെ കേസിലൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഉം. ചിലപ്പോൾ കോളേജസ് തന്നെ ഇങ്ങനത്തെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടിട്ട് അതിന് വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്തേനെ. അപ്പൊ ഉം. നമ്മളുടെ ഇവിടുത്തെ പ്രശ്നം സ്കില്ലായ ആൾക്കാർക്ക് വരെ ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഉം. അതിനെയാണ് നമ്മൾ പ്രൈമറിലി അഡ്രസ് ചെയ്യേണ്ടത്. ഇതൊരു ജോലിയുടെ പ്രശ്നമാണ് എന്നുള്ളതാണ് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ജോലികൾ ഉണ്ടാക്കാൻ പറ്റുക എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇനഫ് ജോലികൾ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഉം. പലപ്പോഴും നമ്മൾ നമ്മളുടെ എക്കണോമിനെ പറ്റി പറയുമ്പോൾ അത് അഗ്രികൾച്ചർ ഉം. നിന്ന് നേരെ സർവീസ് സെക്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്തൊരു എക്കണോമിയാണ്. നമ്മൾ മിക്കവാറും മാനുഫാക്ചറിംഗിൽ അത്ര സ്ട്രോങ് ആയിരുന്നില്ല എന്നൊക്കെ ഉം. നമുക്കറിയാം.
അപ്പോൾ ഇതൊരു വലിയൊരു പോരായ്മയാണ് ആക്ച്വലി. കാരണം മാനുഫാക്ചറിങ് സെക്ടറിന് കുറേയധികം ജോലികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെക്ടറായിരുന്നു. നമ്മളത് ഉം. കംപ്ലീറ്റ്ലി ബൈപ്പാസ് ചെയ്തു. നമ്മളിപ്പോൾ സർവീസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു എക്കണോമി ഒക്കെയാണ്. സർവീസ് സെക്ടറാണ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന സെക്ടർ കുറച്ച് വീക്കായിട്ടായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഉം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം മാനുഫാക്ചറിങ് സെക്ടർ ആണ് ഏറ്റവും എളുപ്പത്തിൽ ലോ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ്, അത്യാവശ്യം നല്ല ഉം. എംപ്ലോയ്മെന്റ് കിട്ടുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉം. റീസെന്റ് ഏതൊരു പോഡ്കാസ്റ്റിൽ അങ്ങാറ്റം ഒരു മാനുഫാക്ചറിങ്ങിന്റെ ആള് പറയുന്നായിരുന്നു. അതായത് എന്ത് സ്കില്ലുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് 2 കൈയും 2 കാലും ഉള്ള ആരെയും നമ്മൾ എടുക്കും എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം മാനുഫാക്ചറിങ്ങിൽ പലപ്പോഴും അങ്ങനെ ലോ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈസിലി പോകാൻ പറ്റുന്ന ഒരു സെക്ടറാണ് മാനുഫാക്ചറിങ് സെക്ടർ. നമ്മൾ അതിനെ ഉം. കംപ്ലീറ്റ്ലി ബൈപ്പാസ് ചെയ്തു. അതുകൊണ്ട് വലിയൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മളുടെ പല ഉം. ആൾക്കാർക്കും ജോലി കിട്ടേണ്ട ഒരു സെക്ടറായിരുന്നു ഈ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഉം. റീസെന്റ് ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ജപ്പാൻ ആയാലും സൗത്ത് കൊറിയ ആയാലും തായ്വാൻ ആയാലൊക്കെ ഇവർക്കൊക്കെ ഒരു സ്ട്രോങ് ഉം. മാനുഫാക്ചറിംഗ് ബേസ് ഉണ്ടായിരുന്നു. ഉം. അതിനുശേഷമൊക്കെയാണ് അവർ ഡെവലപ്മെന്റിലേക്ക് കടന്നത്. ഇതും ഞാനൊരു ഉം. റീസെന്റ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിൽ കേൾക്കുമായിരുന്നു. അതായത് ഒരു കാലത്ത് ജപ്പാനായിരുന്നു ഭയങ്കര ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. അപ്പൊ ഉം. ജപ്പാന്റെ പ്രൊഡക്ട്സ് ഒന്നും ഇന്ത്യക്കാർ വാങ്ങില്ല, ഇത് ഭയങ്കര ചീപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ ഞാൻ ഉം. കേൾക്കുന്നായിരുന്നു കുറച്ചു കാലം മുന്നേയൊക്കെ. അപ്പൊ ഉം. ഇപ്പൊ ജപ്പാൻ ഏത് ലെവലിലാണെന്നൊക്കെ നമുക്കറിയാം. നമ്മളൊരു പോഡ്കാസ്റ്റും ചെയ്തിട്ടുണ്ട് ജപ്പാനെ പറ്റിയിട്ടൊക്കെ. അപ്പോ ഉം. പലപ്പോഴും ആ മാനുഫാക്ചറിങ് സംഭവമാണ് ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റും ഗ്രോത്തും ഒക്കെ നിർണ്ണയിക്കുന്നത്. ഇന്ത്യ നമ്മളുടെ മാനുഫാക്ചറിങ് സെക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് മെസ്സപ്പ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. അതിന്റെ ഉം. ഉം. പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് കുറേയധികം ലോസും കുറേയധികം റെഗുലേഷൻസും കുറേയധികം ലേബർ ലോസും ഒക്കെ നമ്മൾ കൊണ്ടുവന്നു. ഈ മാനുഫാക്ചറിങ് ഉം. സെക്ടറിന് അതുകൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ വലിയ മാനുഫാക്ചറിങ് കമ്പനികളൊക്കെ വരിക എന്നുള്ളത് ഭയങ്കര പാടായിരുന്നു ഇന്ത്യയിൽ. കുറെ പേരെ ഉം. ഹയർ ചെയ്യുന്ന മാനുഫാക്ചറിങ് കമ്പനികൾ വരിക എന്നുള്ളത് ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉം. ആൾക്കാരുടെ എംപ്ലോയ്മെന്റിനെ വളരെയധികം ഇത് ഇമ്പാക്ട് ചെയ്തു എന്നുള്ളതാണ്. ഉം. അപ്പൊ ഈ ലേബർ ലോസിനെ പറ്റിയിട്ടൊക്കെ പൊതുവെ പറയുമ്പോൾ ഭയങ്കര ബാക്ക്ലാഷ് പൊതുവെ ഉണ്ടാവാറുണ്ട് നമ്മൾക്കൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട്. ലേബർ ലോസ് നല്ലതല്ലേ, ആൾക്കാരുടെ തൊഴിലാളികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ ലേബർ ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് അഗെയിൻ നല്ല കാര്യമായിട്ട് തന്നെയാണ് ഗവൺമെന്റും വിചാരിച്ച് തുടങ്ങിയത്. പക്ഷെ ഇതിന്റെ ഒരു ഭയങ്കര നെഗറ്റീവ് സ്വഭാവവും കൂടിയുണ്ട്. അത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇത് വിദ്യ മഹാംബ്രെ എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റ് അമിത് വർമ്മയുടെ ഒരു എപ്പിസോഡിൽ വന്നിട്ട് പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. എനിക്കത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഉം. പുള്ളിക്കാരി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വീടുകളിൽ ജോലി ചെയ്യുന്ന ഒരാള്, നമ്മൾ ഒരാളെ ഹയർ ചെയ്തിട്ട് അങ്ങാറ്റം മെയ്ഡിനെ പോലെ അങ്ങാറ്റം വെച്ചിട്ട് ആളെ നിങ്ങൾ പെർമനന്റ് ആയിട്ട് ഹയർ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പുള്ളിക്കാരി ചോദിച്ചത്. അതായത് നിങ്ങൾ നാളെ ഈ ഇപ്പൊ ഞാൻ ബാംഗ്ലൂരാണ് ജീവിക്കുന്നത്, ഞാനൊരു മെയ്ഡിനെ ഹയർ ചെയ്തു. ഞാൻ എന്നിട്ട് നാളെ ബോംബെയിലേക്കോ ഡൽഹിയിലേക്കോ അങ്ങാറ്റം പോകുന്നുണ്ടെങ്കിലും മെയ്ഡിനെ പെർമനന്റ് ആയിട്ട് തന്നെ ഹയർ ചെയ്യണം എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഞാനൊരാളെ ഹയർ ചെയ്യോ എന്നുള്ളതാണ് വിദ്യാ മഹാംബ്രെ ചോദിച്ചത്. കാരണം ഉം. നമ്മളാരും പലപ്പോഴും അപ്പോൾ ഹയർ ചെയ്യില്ല. കാരണം പെർമനന്റ് ആയിട്ട് ഒരാളെ ഹയർ ചെയ്യണം, ജീവിതകാലം മുഴുവൻ അയാൾക്ക് ജോലി കൊടുക്കണം എന്നൊക്കെ ഉം. ഉള്ളതാണെങ്കിൽ. അതേ സംഭവം ഉം. തന്നെയാണ് ആക്ച്വലി മാനുഫാക്ചറിംഗിൽ സംഭവിച്ചത്. അതായത് ഉം. നമ്മൾക്ക് ഇവരെ പിരിച്ചുവിടാൻ ഭയങ്കര പാടാണ്. നമ്മളുടെ കമ്പനി മാറിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് മാറ്റിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു നമ്മൾ അധികം ലാഭം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊക്കെ ആൾക്കാരെ ഹയർ ചെയ്തുകൊണ്ടേ നിൽക്കണം എന്നൊക്കെയുള്ളതാണ് പലപ്പോഴും ലേബർ ലോസിലൊക്കെ പറയുന്നത്. ഇത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിരുന്നു. പല കമ്പനികളും അതുകൊണ്ട് ഇവിടെ വന്നിട്ടില്ല, ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് ഉം. ശ്രുതി രാജഗോപാലിനൊക്കെ ഒരു ആർട്ടിക്കിളിൽ ഉം. വൈ ഇന്ത്യൻ ഫേംസ് ഡോണ്ട് സ്കെയിൽ എന്നൊക്കെ പറഞ്ഞൊരു ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ ഉണ്ട്. അത് ഞാൻ ഷോ ഉം. നോട്ട്സിൽ ഷെയർ ചെയ്യാം. അതിലൊക്കെ ഉം. പറയുന്നത് ഇന്ത്യയിലുള്ള 95% മാനുഫാക്ചറിങ് കമ്പനികളും 10 ഉം. എംപ്ലോയീസിനേക്കാളും കുറവായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു കാരണം 10 എംപ്ലോയീസിനേക്കാളും കൂടിക്കഴിഞ്ഞാലാണ് മിക്കവാറും ഈ ലേബർ ലോസും കാര്യങ്ങളൊക്കെ വരിക. അപ്പോ ഉം. മാക്സിമം കമ്പനികളും ആ 10 എംപ്ലോയീസിനേക്കാളും കുറഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ വലിയ വലിയ ഉം. കമ്പനികളൊന്നും ഇവിടെ വരുന്നില്ല. വലിയ വലിയ മാനുഫാക്ചറിങ് സ്ഥാപനങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ കുറേയധികം റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നു, കുറേയധികം ലേബർ ലോസ് ഒക്കെ കൊണ്ടുവന്നു. ഇത് ആക്ച്വലി ആൾക്കാരുടെ എംപ്ലോയ്മെന്റിനെയാണ് എഫക്ട് ചെയ്തത്. ഈ ലേബർ ലോസിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് ഒരു കമ്പനിയിലുള്ള ലേബേഴ്സിന് വളരെ നല്ലതാണ് ലേബർ ലോസ് വരുന്നത്. അവരുടെ മാക്സിമം സെക്യൂരിറ്റിയും സോഷ്യൽ സെക്യൂരിറ്റിയും ജോബ് സെക്യൂരിറ്റിയും ഒക്കെ എൻഷുർ ചെയ്യും. പക്ഷെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ്, ജോലിയില്ലാത്ത ആൾക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. കാരണം പുതിയ കമ്പനികൾ വരില്ല, പുതിയ ജോലി ഓപ്പർച്യൂണിറ്റികൾ വരില്ല, ആൾക്കാരെ എടുക്കില്ല എന്നൊക്കെയുള്ള സാഹചര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇതും നമ്മൾ ഫീൽഡിൽ കണ്ടൊരു സംഭവമാണ്. ഞാൻ ഒരു ഉം. ഏത് കമ്പനി എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഒരു കമ്പനിയിൽ പോയിട്ട് ആൾക്കാരെ ഹയർ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മലയാളികളെ ഹയർ ചെയ്യില്ല, മലയാളികൾ ഈ ലേബർ ലോസും ട്രേഡ് യൂണിയന്റെ പ്രശ്നങ്ങളും കാരണം മലയാളികളെ നമ്മൾക്ക് താല്പര്യമില്ല എന്ന് അവർ ഓപ്പൺലി പറഞ്ഞു. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ജോലികൾ നഷ്ടപ്പെടുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിളും കൂടി, അതായത് ഒരു എക്സാമ്പിളും കൂടി പറയാമെന്ന് വിചാരിച്ചു. ഈ റെഗുലേഷൻസ് ഇല്ലാത്തൊരു സാഹചര്യം എങ്ങനെയായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് മിൽട്ടൺ ഫ്രീഡ്മൻ എന്ന് പറഞ്ഞ നോബൽ പ്രൈസ് വിന്നിംഗ് എക്കണോമിസ്റ്റ് ചെയ്തൊരു ഡോക്യുമെന്ററി സീരീസ് ഉണ്ട്, ഫ്രീ ടു ചൂസ് എന്ന് പറഞ്ഞ.
ഇത് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഷോ നോട്ട്സിൽ ഷെയർ ചെയ്യാം. പുള്ളി ഹോങ്കോങ് വിസിറ്റ് ചെയ്തിരുന്നു 1980s. ഈ ഡോക്യുമെന്റ് 1980 എന്തോ ആണെന്ന് തോന്നുന്നു ചെയ്തത്. അപ്പൊ ആ ഉം. സമയത്ത് ഹോങ്കോങ് വിസിറ്റ് ചെയ്തിട്ട് ഹോങ്കോങ്ങിൽ ഈ ലേബർ ലോസും റെഗുലേഷൻസും ഒന്നും ഇല്ലാത്ത ഫാക്ടറികളൊക്കെ പുള്ളി സന്ദർശിക്കുന്നുണ്ട്. ആ ഉം. ഫാക്ടറികളെ സ്വെറ്റ് ഷോപ്സ് എന്നാണ് പൊതുവെ വിളിച്ചിരുന്നത്. വളരെ ലോങ് വർക്കിംഗ് അവേഴ്സ്, കൃത്യമായിട്ട് സാലറി, അത്ര വലിയ സാലറി ഒന്നും കൊടുക്കാത്ത, ആൾക്കാരെ ഉം. ബുദ്ധിമുട്ടിപ്പിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്ത സ്ഥലങ്ങൾ തന്നെയായിരുന്നു ഈ സ്വെറ്റ് ഷോപ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഉം. അവിടെയൊന്നും അത്രയധികം റെഗുലേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കണ്ടമാനം ഇങ്ങനത്തെ ഫാക്ടറികൾ പൊന്തി വന്നു. അപ്പൊ മിൽട്ടൺ ഫ്രീഡ്മാൻ അതിനെപ്പറ്റി പറയുന്നത് ഇതൊരു ദാരിദ്ര്യത്തിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്. അവിടെയുള്ളവരൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. പക്ഷേ ഉം. ഇതൊരു ബെറ്റർ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത്. ജോലി ഇല്ലാത്ത ഒരു സാഹചര്യത്തെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവുക, അതൊരു സ്വെറ്റ് ഷോപ്പിലാണെങ്കിലും അത് നല്ലതാണ് എന്നുള്ളതൊക്കെയാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത്. അതൊരു ബെറ്റർ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉം. ഇൻട്രസ്റ്റിംഗ്ലി ഹോങ്കോങ്ങിന്റെ പിന്നെയുള്ള ട്രജക്ടറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1980 ഉം. ഹോങ്കോങ്ങിന്റെ HDI എന്ന് പറയുന്നത് 0.69 ഒക്കെ ആയിരുന്നു. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ഒക്കെ ലെവലിൽ HDI എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർക്ക് അത്രയധികം ഡെവലപ്മെന്റ് ഇതൊക്കെ ഉണ്ട്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെ മെഷർ ചെയ്തിട്ടാണ് ഈ HDI ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഉം. 0.69 ആയിരുന്നു. ഒന്നാണ് ഏറ്റവും വലിയ നമ്പർ HDIയുടെ മാക്സിമം. അപ്പൊ അതിൽ 0.69 എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ ഒക്കെ ഉള്ള ഒരു HDI ആണ്. ഇപ്പോൾ ഹോങ്കോങ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോങ്കോങ്ങിന്റെ HDI 0.95 ഒക്കെയാണ്. അത് ലോകത്തിലെ ടോപ്പ് 10 HDIയിലൊക്കെ വരുന്നതാണ്. 8ാമത്തെ ഹയസ്റ്റ് HDI എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഹോങ്കോങ്ങിന് പണ്ടിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഓവർ എ പീരീഡ് ഓഫ് ടൈം അവർ ഡെവലപ്പ് ചെയ്തു, അവർ ഗ്രോ ചെയ്തു. അവർ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചത് അവർക്ക് റെഗുലേഷൻസ് ഒക്കെ കുറവായതുകൊണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും അവിടെ വന്ന് ഉം. ജോലി ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഉം. ബിസിനസ്സുകൾ നടത്താം, അത്ര വലിയ ഉം. പാടൊന്നുമില്ല, ലോസ് ഒക്കെ ഫ്രീ ആയിരുന്നു എന്നൊക്കെ ഉള്ളതാണ്. ഉം. പലപ്പോഴും നമ്മൾ ഇവിടെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് റൂൾസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോസസ്സാണ് അവിടെ തടയുന്നത്. നമ്മൾക്ക് അങ്ങനത്തെ ഒരു സ്കോപ്പ് നഷ്ടപ്പെടുകയാണ്, നമ്മളുടെ ആൾക്കാർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ആൾക്കാർക്ക് ഉം. വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെയാണ് ഒരു വലിയൊരു ലിമിറ്റിംഗ് ഫാക്ടർ നമ്മളുടെ ആൾക്കാർക്ക് ജോലി കിട്ടാത്തത് എന്നുള്ളതാണ് എനിക്കൊരു ഫീലിംഗ്. ഓക്കെ. വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലികളെ പറ്റിയാണ്. റൈറ്റ്. അപ്പൊ ഇന്ത്യയില് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാവരും എല്ലാ പേരൻസും എല്ലാ പിള്ളേരും എല്ലാവരും ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലി എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ജോലിയാണ്. സ്ഥിര ജോലി, റൈറ്റ്. നമുക്കൊരു എന്താ പറയാ, ജോലി സുരക്ഷ എന്നൊക്കെ പറയുന്ന പോലെ സംഭവം ഉണ്ടാവും. പിന്നെ പെൻഷൻ ഉണ്ടാവും, ഗ്രാറ്റുവിറ്റി ഉണ്ടാവും, PF ഉണ്ടാവും, നല്ല സാലറി ഉണ്ടാവും. ഇതെല്ലാം കൂടെ അടങ്ങിയ ഒരു സംഭവമാണ് ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നീറ്റ് പേപ്പർ ലീക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അല്ലാതെ ബാക്കിയുള്ള പേപ്പർ ലീക്കുകൾ നോക്കുകയാണെങ്കിൽ പലതും ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിയുള്ള പരീക്ഷകളിലാണ് ഈ പേപ്പർ ലീക്ക് നടന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മേജർ എംപ്ലോയറുകളിലൊന്ന്, ഏറ്റവും കൂടുതൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്ന ഓർഗനൈസേഷനുകളിലൊന്ന് ഗവൺമെന്റുകളാണ്. ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്, റൈറ്റ്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആനന്ദ് പറഞ്ഞു, ഞങ്ങൾ മുമ്പ് ഒരു ഫെലോഷിപ്പ് ചെയ്യുന്ന സമയത്ത് 2022 തോന്നുന്നു, ഞാൻ തൃശ്ശൂര് ഒരു ജോബ് ഫെയർ നടന്നിരുന്നു. ഞാൻ തൃശ്ശൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു ജോബ് ഫെയർ നടന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ആസ്പിരേഷൻ സർവേ ചെയ്തു. അവിടെ ജോബ് ഫെയറിന് വന്നിട്ടുണ്ടായിരുന്ന യുവാക്കളും അവരുടെ അടുത്ത് ഞാനൊരു ആസ്പിരേഷൻ സർവേ ചെയ്തു. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ജോലിയാണ് ആഗ്രഹം? അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളായിരുന്നു ഈ സർവേയിൽ ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 1000 പേരെ ചെയ്തൊരു സർവേ ആയിരുന്നു. അപ്പം അതിനകത്ത് ഓൾമോസ്റ്റ് 70% ആൾക്കാരും പറഞ്ഞത് അവരെല്ലാരും വന്നത് ഈ പ്രൈവറ്റ് ജോലികളും അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. കമ്പനികളാണ് അവിടെ ജോബ് ഫെയറിൽ വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 70% ആൾക്കാരും പേരും പറഞ്ഞത് ഞങ്ങളുടെ ഐഡിയൽ ജോബ്, സ്വപ്ന ജോലി എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ജോലിയാണെന്നുള്ളതാണ്. ഉം. പക്ഷെ അവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് പലർക്കും അവിടെ ജോലികൾ കിട്ടുമായിരിക്കും, അവിടുത്തെ പ്രൈവറ്റ് ജോലികളിൽ. പക്ഷെ ഒരുപക്ഷെ നമുക്കറിയാം പ്രൈവറ്റ് ജോലികളിൽ കയറിയാൽ അവർ അവിടുന്ന് PSCക്ക് പ്രിപ്പയർ ചെയ്യോ, SSCക്ക് പ്രിപ്പയർ ചെയ്യോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവാനും സാധ്യതയുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഒരു നല്ല ശതമാനം ആൾക്കാർക്കും വേണ്ടത് ഗവൺമെന്റ് ജോലികളാണ്. നൗ എന്തുകൊണ്ട് നമ്മുടെ ഈ ഗവൺമെന്റ് ജോലികളും ഗവൺമെന്റ് പരീക്ഷകളും നടക്കുന്നു എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദിക്കാം, റൈറ്റ്. ലോകത്തുള്ള നല്ല ശതമാനം കൺട്രികൾ എടുത്താലും ഞാൻ ഇവിടെ വായിക്കാൻ 90% കൺട്രികളിലും ഒരു മെറിറ്റ് ബേസ്ഡ് സിസ്റ്റം ആണ് ഉള്ളത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിക്സിലേക്ക് ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ബ്യൂറോക്രസിയിലേക്ക് ക്വാളിഫൈഡ് ആയ പ്രൊഫഷണൽ ആയ ഒരു ബ്യൂറോക്രസി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങൾക്കും ഇതുപോലത്തെ ഒരു എക്സാം സിസ്റ്റം ഉണ്ട്. ആൻഡ് ഇന്ത്യയിലും ആ സിസ്റ്റം ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഒരു വലിയ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ പബ്ലിക് സെക്ടർ ജോലികൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലികൾക്ക് വേണ്ടിയാണ് ആൾക്കാർക്ക് കൂടുതൽ ആഗ്രഹം പ്രൈവറ്റ് ജോലികളെ ഉം. കാട്ടും എന്നുള്ളതാണ് പ്രശ്നം. ആൻഡ് അതിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഈ ജോലി കിട്ടാൻ വേണ്ടി അവരിരുന്ന് പ്രയത്നിക്കും. ആൻഡ് അവരുടെ സമയവും അവരുടെ എഫേർട്സും പൈസയും ഒക്കെ ഇതിനു വേണ്ടി അവർ സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഡിഫറെന്റ് ആയ ഒരു കാര്യം. പല രാജ്യങ്ങളിൽ ഇങ്ങനെയല്ല. ഇങ്ങനെ എക്സാമുകൾ പല രാജ്യങ്ങളിൽ ഉണ്ടെങ്കിലും ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുകയും ഇത്രയും റിസോഴ്സസ് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നത് ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. Now, ഈ പരീക്ഷകൾ എഴുതിയ ആൾക്കാർ പാസ്സാവുകയാണെങ്കിൽ നല്ല കാര്യം, റൈറ്റ്. അവർക്ക്
അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവര് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയവും റിസോഴ്സൊക്കെ നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ പാസ്സാവാത്തവരുടെ അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. റൈറ്റ്? അപ്പം അവർ ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട്, റിസോഴ്സ് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഗുണമുണ്ടോ? ഇതൊരു മീനിങ്ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അവർ ആ സ്പെൻഡ് ചെയ്യുന്ന വർഷങ്ങൾ, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ അവർ കളയുന്ന വർഷങ്ങൾ, അതൊരു വേസ്റ്റ് ആണോ? അവർക്ക് പരീക്ഷ പാസ്സായില്ലെങ്കിൽ അതൊരു വേസ്റ്റ് ആണോ? അതോ അല്ലെങ്കിൽ അത് പഠിച്ചത് കൊണ്ട് അവർ ഒരു യൂസ്ഫുൾ ആയ സ്കില്ലുകൾ നേടുന്നുണ്ടോ? ഉം. എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, ഇവർ ഇത്രയും വർഷം ഇവരുടെ ഒരു പരീക്ഷ പഠിക്കാൻ വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് നമ്മുടെ എക്കോണമിക്കും ലാർജർലി നമുക്കും ഒരു നഷ്ടമുണ്ടോ എന്നൊരു ചോദ്യം കൂടെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. റൈറ്റ്? അപ്പം ഈ ചോദ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു സ്റ്റഡി റീസെന്റ് നടന്നിരുന്നു. ആ സ്റ്റഡിയുടെ ഞങ്ങൾ ഷോ നോട്ട്സിൽ അതിന്റെ ലിങ്ക് ഇടാം. കുനാൽ മംഗൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ സ്റ്റഡി നടത്തിയത്. അദ്ദേഹത്തിന്റെ മൾട്ടിപ്പിൾ സ്റ്റഡീസ് ഉണ്ട് ഈ വിഷയത്തെ പറ്റി. അപ്പം അദ്ദേഹം തമിഴ്നാടുമാണ് ഇതിനൊരു കേസ് സ്റ്റഡി ആയിട്ട് പുള്ളി എടുത്തത്. റൈറ്റ്? അപ്പൊ ഉം. തമിഴ്നാടുവില് 2001 മുതൽ 2006 വരെ ഒരു ഹയറിംഗ് ഫ്രീസ് വെച്ചു അവരുടെ ഗവൺമെന്റ്. അതായത് പല ഗവൺമെന്റ് തസ്തികകളിലേക്കും ആൾക്കാരെ ഹയർ ചെയ്യുന്നില്ല എന്ന് തൽക്കാലം ഒരു ഫ്രീസ് ഗവൺമെന്റ് വെച്ചു. അപ്പൊ അങ്ങനെ ആ 2001 മുതൽ 2006 വരെയുള്ള വർഷങ്ങളിൽ 86% ഗവൺമെന്റ് വേക്കൻസീസും കാലിയായി. റൈറ്റ്? ഉം. അങ്ങോട്ടേക്ക് ആരെയും എടുക്കുന്നില്ല. 86% അവസരങ്ങളിലേക്കും ആൾക്കാരെ എടുക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു. നൗ ഈ ഒരു സമയത്തുണ്ടായിരുന്ന അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യങ്ങളെ പറ്റി കുനൽ മംഗലിന്റെ ആ പേപ്പറിനകത്ത് അദ്ദേഹം കുറച്ച് ഒബ്സർവേഷൻസ് നടത്തുന്നുണ്ട്. ഞാൻ 1-2 ഇൻസൈറ്റ്സ് അതിനകത്ത് പറയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേക്കൻസി, അതായത് ജോലി സാധ്യതകൾ 86% കുറഞ്ഞു. റൈറ്റ്? അതായത് പണ്ടുള്ളതിനെക്കാട്ടും ഇപ്പം 14% ജോലികളേ ഉള്ളൂ. പക്ഷെ ജോലിക്കുള്ള ഡിമാൻഡ്, ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിമാൻഡിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. റൈറ്റ്? ഉം. അദ്ദേഹം ഡിമാൻഡ് റിമെയിൻഡ് ഇൻടാക്ട് എന്നാണ് പുള്ളി പറയുന്നത്. റൈറ്റ്? അതിന് പകരം ഉള്ള തസ്തികകളിലേക്ക് ഉള്ള ആ 14% തസ്തികകളിലേക്കുള്ള കോമ്പറ്റീഷൻ വളരെയധികം കൂടി. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ പേപ്പറിനനുസരിച്ച് 185% റൈസാണ് കോമ്പറ്റീഷനിൽ സംഭവിച്ചത്. ഉം. ഗവൺമെന്റ് ജോബ്സ് ന്റെ അവൈലബിലിറ്റി കുറഞ്ഞപ്പോഴും ആൾക്കാർ വേറെ പ്രൈവറ്റ് ജോലികളോ അങ്ങനെയൊന്നും തപ്പാനല്ല പോയത്. അതിന് പകരം അവർ ഉള്ള ഗവൺമെന്റ് ജോലികളിലേക്ക് കൂടുതൽ കോമ്പറ്റീഷനോടെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഉം. അതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ. വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ അവര് ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, വേറെ ജോലികൾ നോക്കാൻ പോകുന്നില്ല. അതിന് പകരം ഉള്ള ജോലികളിലേക്ക് ശ്രമിക്കണം. അതിനുവേണ്ടി പലരും ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഗവൺമെന്റ് ഈ ഹയറിംഗ് ഫ്രീസ് മാറ്റുന്നത് വരെ, അല്ലെങ്കിൽ അവർക്ക് ഈ ഉള്ള തസ്തികകളിലേക്ക് ജോലി കിട്ടുന്നവരെ അവരൊന്നെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിരിക്കാം എന്ന് ആൾക്കാർ തീരുമാനിച്ചു. റൈറ്റ്? ഉം. അല്ലെങ്കിൽ അവരാരെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷനോ അങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ പോകാൻ തീരുമാനിച്ചു. 2 രീതിയിലാണെങ്കിലും ഈ എക്സാമിന്റെ ആ ഒരു ട്രാക്കിൽ നിൽക്കുക എന്നുള്ളതാണ് ആൾക്കാരുടെ എടുത്തൊരു ചോയ്സ്. നല്ല ശതമാനം ആൾക്കാരുടെ എടുത്തൊരു ചോയ്സ്. റൈറ്റ്? അപ്പൊ അൺഎംപ്ലോയ്മെന്റിലൂടെ അവരുടെ ആ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ എക്സാമിന് വേണ്ടി പാരലി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ അടുത്ത വേറെ ചോയ്സ്. ഇതേ സമയം നമുക്ക് തമിഴ്നാട്ടിലെ മൊത്തത്തിലൊരു ലേബർ മാർക്കറ്റിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ അധികം ജോലികൾ ഇല്ലാത്തത് കൊണ്ടല്ല പലരും ഈ ചോയ്സ് എടുത്തത്. അതായത് ആ ഉം. സമയത്ത് ഈ ഹയറിംഗ് ഫ്രീസ് നടന്ന സമയത്ത് ജോലികളിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാം സാലറി ഇംപ്രൂവ് ആവുക, അങ്ങനെ യൂഷ്വലി ലേബർ മാർക്കറ്റിൽ നടക്കുന്ന ഇംപ്രൂവ്മെന്റ്സ് എല്ലാം അവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ലേബർ മാർക്കറ്റ് അത്യാവശ്യം മോശമില്ലാതെ ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ്? ജോലി അവസരങ്ങൾ ആൾക്കാർക്കുണ്ട്. എങ്കിലും ആൾക്കാർ ഗവൺമെന്റ് ജോലികളിലേക്കാണ് പ്രിഫർ ചെയ്തത്. കാരണം ഒരുപക്ഷെ മറ്റിടത്ത് അവർക്ക് വേണ്ടത്ര അവസരങ്ങൾ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാലറികൾ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സും സോഷ്യൽ സ്റ്റേറ്റസും അങ്ങനത്തെ കാര്യങ്ങളും കിട്ടണമെന്നുണ്ടാവത്തില്ല. റൈറ്റ്? നൗ ഈ വർഷങ്ങൾ വേസ്റ്റ് ചെയ്യുകയും ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയും അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷനിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുകയും ചെയ്ത ആൾക്കാരുടെ അവസ്ഥ പിന്നെ എന്തായി എന്നുള്ളതും കൂടെ അദ്ദേഹം ആ പേപ്പറിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത പല ആൾക്കാരുടെ അവസ്ഥ കുറച്ചും കൂടെ മോശമാണ് ആയത്. കാരണം ഇത് ഈ പരീക്ഷ പാസ്സാവാത്തവര്, കിട്ടാത്തവര്, ഈ 14% തസ്തികളും കിട്ടാത്തവര് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജോലി, അവരെല്ലാം കുറച്ച് എംപ്ലോയ്മെന്റ് ഉള്ളവരായിട്ട് മാറി. പലരും ജോലി കിട്ടാൻ പിന്നെ ഒത്തിരി കഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നു. അവരുടെ ഹൗസ് ഹോൾഡ് ഇൻകംസ് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറവായിരുന്നു കമ്പയർഡ് ടു ബാക്കിയുള്ളവര്. അപ്പൊ അങ്ങനത്തെ അവസ്ഥയാണ് വന്നത്. അല്ല, അവരുടെ സോഷ്യലി ഉള്ള സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പലരുടെ ആൾക്കാരുടെ മാരേജസ് ഡിലേ ആവാൻ കാരണമായി തീരുന്നു. അവർ പലരും പേരൻസിനോട് തന്നെ പിന്നെയും കുറെ കാലം കൂടി ജീവിക്കേണ്ട അവസ്ഥ വന്നു. അവരുടെ പലരുടെയും പേരൻസ് അവരുടെ റിട്ടയർമെന്റ് ഡിലേ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. ഉം. പിന്നെ അത് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഗവൺമെന്റ് ജോലികൾക്ക് വേണ്ടി ഇത്രയും കാലം സമയം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് അവർ പ്രത്യേകിച്ച് സ്കില്ലൊന്നും നേടിയിട്ടില്ല. സ്കില്ല് നേടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് വേറെ ജോലികൾ കിട്ടാനൊരു അവസരമായി തീർന്നേനെ എന്നൊരു സംഭവമാണ്. കുനാൽ മംഗാലന്നെ അദ്ദേഹത്തിന്റെ വേറൊരു പേപ്പറിനകത്ത് ഇതിനെപ്പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് തമിഴ്നാട്ടിലെ ഒരു കേസ് സ്റ്റഡി വെച്ചിട്ടാണ് 80% അൺഎംപ്ലോയിഡ് ആയ യൂത്ത് അദ്ദേഹം ആ സ്റ്റഡി ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നതിനകത്ത് അൺഎംപ്ലോയിഡ് ആയ ഒരു യൂത്ത് ഉണ്ടായിരുന്നത്. അതിന്റെ മെയിൻ കാരണം ഇവർ ഗവൺമെന്റ് ജോബ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സമയം കളയുന്നത് കൊണ്ടാണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ്. അപ്പം ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഗവൺമെന്റ് ബ്യൂറോക്രസിയിലേക്ക് ആൾക്കാരെ എടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ പരീക്ഷകൾ വെക്കുന്നു.
സെലക്ട് ആയ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നവർക്ക് നല്ല സാലറികളും കാര്യങ്ങളും കൊടുക്കുന്നു. പക്ഷേ ഗവൺമെന്റ് ജോലി കിട്ടാത്ത ഈ കോമ്പറ്റീഷനുകളിൽ പെട്ടുപോകുന്ന സ്റ്റുഡൻസിന്റെ അവസ്ഥ എന്താണെന്നും കൂടെ ഉള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. റൈറ്റ്? അവരെങ്ങോട്ട് പോകുന്നു? അവർക്ക് എന്ത് ടൈപ്പ് ജോലികൾ കിട്ടുന്നു? ഈ പരീക്ഷകൾ കാരണം അവരുടെ ജീവിതത്തിൽ എന്ത് എഫക്ട് ഉണ്ടാവും എന്നുള്ളതാണ്. റൈറ്റ്? കുഞ്ഞൽ മംഗൾ പറഞ്ഞ പോലെ 80% ആൾക്കാരുടെ അൺഎംപ്ലോയ്മെന്റിന്റെ കാരണം ഈ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ അതൊരു പ്രോബ്ലമാറ്റിക് ആയ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. റൈറ്റ്? നൗ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പബ്ലിക് സെക്ടർ എന്തുകൊണ്ടാണ് ഇത്ര അട്രാക്റ്റീവായി മാറുന്നത്? പബ്ലിക് സെക്ടർ ജോലികളിലേക്ക് ആൾക്കാർ പോകുന്നത് ഇത്ര അട്രാക്റ്റീവായി മാറാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അവിടെ ഭയങ്കര സാലറിയാണ്. റൈറ്റ്? ഉം. ഭയങ്കര പെൻഷനാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള ബെനിഫിറ്റ്സ് ഭയങ്കര കൂടുതലാണ്. ലീവുകൾ എളുപ്പമാണ്. 5 ടു നമുക്കൊരു 10 ടു 5 നമുക്ക് എളുപ്പത്തിൽ ജോലി ചെയ്ത് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് ജോലികൾ എന്നുള്ളത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പല എക്കണോമിസ്റ്റുകളും പല പബ്ലിക് പോളിസി പ്രൊഫഷണൽസ് ഒക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ഹൈ സാലറി, ഹൈ പെൻഷൻസ് ഗവൺമെന്റ് ജോലികളിൽ കൊടുക്കുന്ന ഒരു ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയ ഒരു കാര്യമാണ്. റൈറ്റ്? ഇത് പലപ്പോഴും പറയുന്ന ഒരു കോൺട്രവേഴ്ഷ്യൽ ആയ ഒപ്പീനിയൻ ആണ്. പലർക്കും ഇഷ്ടപ്പെടാറില്ല. നമുക്ക് അവർക്ക് കുറച്ച് സാലറി കൊടുക്കണമെന്നൊക്കെ പറയും. പക്ഷേ ഈ ഗവൺമെന്റ് ജോലികളിൽ ഹൈ സാലറി കൊടുക്കുന്നത് കൊണ്ട് പല പ്രോബ്ലംസ് ഉണ്ട്. റൈറ്റ്? അതുകൊണ്ട് ലാർജർ എക്കണോമിയിൽ പ്രോബ്ലംസ് ഉണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഞാനിതൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. റൈറ്റ്? അപ്പം സപ്പോസ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. റൈറ്റ്? ആ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അവർക്കൊരു മോളുണ്ട്. അപ്പൊ അവർ അത്യാവശ്യം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ മോൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി മോൾക്ക് അവർ വളരെ നല്ല ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് മോളെ വിടുകയാണ് പഠിക്കാൻ വേണ്ടി. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മോള് പോകുന്നു. അപ്പൊ മോളുടെ കൂടെ പഠിക്കുന്നവരൊക്കെ വളരെ പൈസയുള്ള ആൾക്കാരാണ്. റൈറ്റ്? വലിയ ബിസിനസ്മാൻമാരുടെ മക്കളും അങ്ങനെയൊക്കെയാണ് മോളുടെ കൂടെ പഠിക്കുന്നത്. മോളൊരു മിഡിൽ ക്ലാസ് ഒരു സാധാരണ ഫാമിലിയിൽ നിന്നായതുകൊണ്ട് അവിടെ നല്ല ബാഗില്ല, അല്ലെങ്കിൽ വേറെ നല്ല ഡ്രസ്സുകളോ ജ്വല്ലറിയോ അങ്ങനെ സാധനങ്ങളൊന്നും കാണിക്കാനില്ല. അപ്പൊ പേരൻസ് എന്ത് ചെയ്തു? അപ്പൊ മോൾക്ക് അവരുമായിട്ട് പിടിച്ചു നിൽക്കണമല്ലോ. പിടിച്ചു നിൽക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ട് നല്ല ജ്വല്ലറി വാങ്ങി. കുറച്ചും കൂടെ ലോൺ എടുത്തിട്ട് അവരൊരു കാർ വാങ്ങി. അപ്പൊ കൊച്ചിനെ ഡ്രോപ്പ് ചെയ്യാൻ ഒരു ഡ്രൈവറിനെ എംപ്ലോയ് ചെയ്തു. അങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്യാൻ നമ്മൾ പൊതുവെ ഈ പേരൻസിനെ നമ്മൾ അഡ്വൈസ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. അഡ്വൈസ് ചെയ്യാം. പക്ഷെ ഈ ലോൺ എപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചടക്കണമല്ലോ. റൈറ്റ്? ഉം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചു വലുതായി സ്വന്തം ജോലിയൊക്കെ മേടിക്കുന്ന സമയത്ത് കൊച്ചിന് മനസ്സിലാവും, ഇത്രയും കാലം ഞാൻ ഈ ലോണിന്റെ പുറത്താണ് എന്റെ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ നടന്നത്. ഇനി ഞാൻ സ്വന്തം ശമ്പളം മേടിച്ചത് നേടണമല്ലോ. അതിനുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് കൊച്ചിന്റെ മുകളിൽ ഒരു വലിയ പ്രഷറാവും. റൈറ്റ്? ഇതുപോലെയാണ് പലപ്പോഴും ഗവൺമെന്റ് ജോലി നടക്കുന്ന സംഭവം. ഗവൺമെന്റ് പലപ്പോഴും ഗവൺമെന്റ് ജോലിക്കാർക്ക് നല്ല ജോലി കിട്ടാനും ആ ജോലി അട്രാക്റ്റീവ് ആവാനും വേണ്ടി സാലറി ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാർക്ക് സാലറി കിട്ടും, നല്ല ജോലി കിട്ടും. പക്ഷേ ഈ ജോലിയിൽ കേറാൻ പറ്റാത്ത ആൾക്കാർക്ക് അവർക്ക് കിട്ടുന്ന ജോലികളിൽ സാലറി ഭയങ്കര കുറവാണ്. പെൻഷൻ ബെനിഫിറ്റ്സ് ഭയങ്കര കുറവാണ്. അപ്പൊ ഈ ബെനിഫിറ്റ്സ് ഭയങ്കര കുറവാകുന്ന സമയത്ത് ഒന്നെങ്കിൽ ഗവൺമെന്റ് ജോലി, അല്ലെങ്കിൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, ഒരു പ്ലാൻ ബി ഇല്ല എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ എക്കോണമിയിലേക്ക് പലരും സംഭവം പോവുകയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു കേരള ഒരു ഡേറ്റയിലൂടെ കാണിക്കാൻ പറ്റും. നമ്മുടെ റീസെന്റ്ലി കേരളത്തിൽ ഒരു വൈറ്റ് പേപ്പർ ഇറങ്ങിയിരുന്നു പുതിയ കോൺഗ്രസ് ഗവൺമെന്റ് വന്ന സമയത്ത്. ആ വൈറ്റ് പേപ്പറിൽ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2024-25 വർഷത്ത് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്ത റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ പറയും. ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്ത 54% പൈസയും സ്പെൻഡ് ചെയ്തത് ഒന്നെങ്കിൽ സാലറി അല്ലെങ്കിൽ പെൻഷനിലാണ്. ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് ഓൾമോസ്റ്റ് 50% പൈസയും ഗവൺമെന്റ് ബോറോ ചെയ്തതാണ്. ലോണായിട്ട് എടുത്ത പൈസയാണ്. ആ ലോണായിട്ട് എടുത്തിട്ടാണ് നമ്മൾ സാലറിയും പെൻഷനും ഗവൺമെന്റ് കൊടുക്കേണ്ടി വരുന്നത്. Now, ഈ പൈസ ഒരുപക്ഷെ സാലറിയും പെൻഷനിലും ഇത്രയും പൈസ കൊടുത്തില്ല, നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ പൈസയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ള മെഡിസിൻസിനും നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലുള്ള എക്യുപ്മെന്റ്സിന്, ഇപ്പൊ ബെഞ്ച്, ടേബിള്, ടെക്സ്റ്റ് ബുക്സ്, യൂണിഫോം, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ പോലീസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ KSRTC ബസ്സുകൾ ഇംപ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കേണ്ട പൈസയാണ് നമ്മൾ സാലറിയിലും പെൻഷനിലും ഓൾമോസ്റ്റ് 54% പൈസ കൊടുത്തത്. ഈ റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് 54% കഴിഞ്ഞിട്ട് ബാക്കി ഒരു 20% പൈസ പോകുന്നത് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഉം. എടുത്ത ലോണിന്റെ എല്ലാ വർഷവും. ഗവൺമെന്റ് അപ്പം പലപ്പോഴും ലോൺ എടുത്താണ് ആൾക്കാർക്ക് ഇത്രയും സാലറി കൊടുത്ത് അവരെ നമ്മൾ സുഖമായിട്ട് വെക്കുന്നത്. ഈ ലോൺ എടുക്കുന്നതും ആ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതെല്ലാം ജനറലി ഗവൺമെന്റ് ജോലി ചെയ്യുന്നവരുടെയും ചെയ്യാത്തവരുടെ എല്ലാം ടാക്സിൽ നിന്നാണ്. അപ്പം നമ്മൾ നോക്കും, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഗവൺമെന്റ് ജോലികളിൽ ഇത്രയും സാലറി നമ്മൾ കൂട്ടി വെച്ചിരിക്കുകയാണ്. പ്രൈവറ്റ് ജോലികളിൽ അത്രയും സാലറി ഇല്ല. അതുകൊണ്ട് ആൾക്കാർക്ക് എല്ലാം ഗവൺമെന്റ് ജോലി പോകണം, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള സംഭവമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ജോലികളിൽ സാലറി കുറവ്? അവർക്കും സാലറി കൂട്ടി വെച്ചൂടെ എന്ന് നമുക്ക് ചോദിക്കാം. റൈറ്റ്? അവരെല്ലാം ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ സാലറി ഇല്ലാതെ കുറച്ച് വെക്കുകയാണോ? ഇങ്ങനത്തെ സിറ്റുവേഷനുകളും ഉണ്ട്. പക്ഷെ നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ ഈ പ്രൈവറ്റ് സെക്ടറിൽ അവർക്ക് സാലറി കൊടുക്കണമെങ്കിൽ, ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കണമെങ്കിൽ ആ എംപ്ലോയി അവരുടെ കമ്പനിയിൽ വരുന്നതും കൊണ്ട് അത്രമാത്രം അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം എന്ന് ഉറപ്പുണ്ടെങ്കിലേ അവർക്ക് സാലറി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതാണല്ലോ നമ്മുടെ ബേസിക് ലോജിക്. ഇങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ എപ്പോഴും പ്രൈവറ്റ് സെക്ടറിൽ നടക്കാറുണ്ട്. ഈ ഒരു കാൽക്കുലേഷൻ പബ്ലിക് സെക്ടറിൽ നടക്കേണ്ട ആവശ്യമില്ല. അവിടെ പ്രോഫിറ്റിന് സംസാരമില്ല,
ഗവൺമെന്റ് കമ്പനികൾ നഷ്ടത്തിലോടിയ കുഴപ്പമില്ല. ഏകദേശം 3000 കോടിയോ മറ്റോ ആണ് ഓരോ വർഷങ്ങളും നമുക്ക് നഷ്ടം വരുന്നത് നമ്മുടെ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് കാരണം. അപ്പം ഈ നഷ്ടങ്ങളും കാരണങ്ങളും ഗവൺമെന്റ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ടാണ് ഒരു സൈസബിൾ ഡിഫറൻസ് പബ്ലിക് സെക്ടറിനകത്തുള്ള ജോലിയിലെ സാലറികളിലും പ്രൈവറ്റ് സെക്ടറിൽ ജോലികളുടെ സാലറിനകത്തും ഉണ്ടാവുന്നതെന്നുള്ളതാണ് സങ്കടകരമായ സംഭവം. ഞാൻ ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പം ആൾക്കാർക്ക് പ്രൈവറ്റ് സെക്ടറിൽ ജോലിക്ക് പോകണ്ട. കാരണം പബ്ലിക് സെക്ടറിലെ ജോലിയിലെ സാലറിയും പെൻഷനും ഇത്രയും ഹൈ ആണ്. ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും പബ്ലിക് സെക്ടർ ജോലിയിൽ കയറണം. നമ്മൾ 8ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് മുതലൊക്കെ ഇതിന്റെ കോച്ചിങ്ങും പ്രിപ്പറേഷനും ഒക്കെ സ്റ്റാർട്ട് ഉം. ചെയ്യണം. നമ്മൾ പലരും കോച്ചിങ്ങിലൂടെ കടന്നു പോയതാണ്. ഞാനും പണ്ട് കോച്ചിങ് എടുത്തിട്ടുള്ള ആളാണ്. റൈറ്റ്. അപ്പം നമുക്ക് ഈ കോച്ചിങ്ങിലൂടെ കയറണം. കോച്ചിങ്ങിന് കുറച്ചു കാലം പോയപ്പോൾ ചിലർക്ക് മനസ്സിലാവും കോച്ചിങ്ങിലൂടെയും പരീക്ഷ എഴുതിയാലും നമുക്കിത് കയറാൻ പറ്റത്തില്ല. ജോലി കിട്ടത്തില്ല. അപ്പം ആകെയുള്ള വഴി നമുക്ക് കള്ളത്തരം കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് പേപ്പർ ലീക്കുകൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം റീസെന്റ്ലി പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. ആൾക്കാരുടെ പണിഷ്മെന്റ് കൂട്ടുക. ഈ പേപ്പർ ലീക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പണിഷ്മെന്റ് കൂട്ടുക എന്നുള്ള കാര്യം പറഞ്ഞു. റൈറ്റ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചിരുന്നു പാർലമെന്റിൽ. ഈ 5 കൊല്ലം പണിഷ്മെന്റ് ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. അത് 10 കൊല്ലം ആക്കിയതുകൊണ്ട് ആൾക്കാരിപ്പം പേപ്പർ ലീക്ക് ചെയ്യാതിരിക്കുക നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 5 കൊല്ലം കൂടെ ജയിലിൽ കിട്ടുക എന്നുള്ള വലിയ വ്യത്യാസമുള്ള കാര്യമല്ലല്ലോ. അവര് ജയിലിൽ അവരെ പിടിക്കപ്പെടില്ല, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാലും അത് റിസ്ക് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണല്ലോ പലരും ഈ പേപ്പർ ഉം. ലീക്കുകളിലേക്ക് കടന്നു ചെല്ലുന്നത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മുമ്പ് ഒരു ആർട്ടിക്കിൾ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ഹൈ സ്റ്റേക്സ് ആണ് ഈ എക്സാം. ഈ എക്സാം ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. അപ്പം ഇതിന് എങ്ങനെയെങ്കിലും പേപ്പർ ലീക്കിലൂടെയെങ്കിലും ഇതിനകത്തോട്ട് കടന്നു കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ചാണ് പലരും ഇതിനുവേണ്ടി ബ്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ പേപ്പർ ലീക്കിനുള്ള വഴികളിലേക്കൊക്കെ അവർ കടന്നു ചെല്ലുന്നത്. ഈ പബ്ലിക് സെക്ടർ എംപ്ലോയ്മെന്റ് ഇങ്ങനെ വരുന്നതും കൊണ്ടുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പബ്ലിക് സെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടി ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നതും കൊണ്ട് അവർക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നാണ് നമ്മൾ നേരത്തെ കുഞ്ഞൽമങ്കന്റെ സ്റ്റഡി നമുക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് സ്കില്ലുകളൊന്നും കിട്ടുന്നില്ല. അവർ കൂടുതൽ എംപ്ലോയബിൾ ഒന്നും ആവുന്നില്ല. ആകെ അവർക്ക് കിട്ടുന്ന ഒരു സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു സ്കില്ലാണ്. നിങ്ങൾ ആരെങ്കിലും UPSCക്കോ PSC പരീക്ഷകൾക്കൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ എക്സാം ഈ ടൈമിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം, എങ്ങനെ ആൻസേഴ്സ് നമുക്ക് എഴുതാം, സോ ദാറ്റ് ആ എക്സാമിനർ പെട്ടെന്ന് ചില കാര്യങ്ങൾ നോക്കും. അതിലാണ് നമുക്ക് സ്കില്ല് കിട്ടുന്നത്. അതായത് കൂടുതൽ നോളേജുകളോ അല്ലെങ്കിൽ വർക്കബിൾ ആയ എംപ്ലോയബിൾ ആയ സ്കില്ലുകളോ ഒക്കെ നേടുന്നത് വളരെ കമ്പാരിറ്റീവ്ലി ലോവർ ആണ്. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഇത് അഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം കൂടുതൽ ഉം. ആൾക്കാർക്കും വലിയ സ്കില്ലുകൾ ആവശ്യമില്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാവരെയും പഠിപ്പിച്ച് വിടാനേ നോക്കത്തുള്ളൂ. അപ്പം പബ്ലിക് സെക്ടർ എക്സാംസ് കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടെ അഫക്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. കാരണം പലരും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു ഗ്രാജുവേഷന് വേണ്ടി പോകുന്നത് ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ മതി. ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്കൊരു PSC എഴുതാം, അല്ലെങ്കിൽ ഒരു UPSC എഴുതാം. അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയാണ് പലരും പോകുന്നത്, സ്കിൽസ് നേടാൻ വേണ്ടിയിട്ടല്ല. ജനറലി നമ്മുടെ പബ്ലിക് സെക്ടറിനകത്തുള്ള ജോലികളും ആ ജോലികളുടെ സാലറിയും പെൻഷനും ബെനിഫിറ്റ്സ് എല്ലാം ഇത്രയധികം കൂട്ടി വെക്കുന്നതും മാർക്കറ്റ് റിയാലിറ്റി ആയിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ കൂട്ടി വെക്കുന്നതും പല രീതിയിലുള്ള കോൺസിക്വൻസുകളും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ജനറലി. അപ്പോ നമ്മള് ജനറലി പറഞ്ഞു വരുന്ന ഒരു സംഭവം, നമ്മൾക്ക് ആവശ്യത്തിലധികം ജോലികളില്ല. നമ്മളുടെ കുറേയധികം ഗ്രാജുവേറ്റ്സ് ഓരോ കൊല്ലവും പാസ് ഔട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടത്രയും ജോലികൾ ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് ജോലികളും അത്ര നല്ലൊരു സൊല്യൂഷൻ അല്ല എന്നുള്ളതാണ് സോണിൽ പറയുന്നത്. പ്രൈവറ്റ് ജോലികൾ ഓൾറെഡി നമുക്കില്ല. എന്താണ് സോണിൽ ഇതിനൊരു സൊല്യൂഷൻ? എന്താണ് നമ്മൾക്ക് പോളിസി ലെവലിലൊക്കെ മാറ്റി ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? സൊല്യൂഷൻസ് പറയുകയാണെങ്കിൽ സൊല്യൂഷൻസ് പറയാൻ വളരെ സിമ്പിൾ സൊല്യൂഷൻസ് ഉണ്ട്, വളരെ ഡിഫിക്കൽട്ട് സൊല്യൂഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാത്തിലോട്ടൊന്നും കിടക്കാൻ സമയമില്ല. എങ്കിലും 1-2 സൊല്യൂഷൻസ് പറയാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. ഒന്നാമത്തെ കാര്യം, ഇന്ത്യക്കാണ് ലോകത്തെ പല കൺട്രീസും കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കൺട്രീസിനെക്കാട്ടും ലാർജസ്റ്റ് വർക്ക് ഫോഴ്സ് ഉള്ളത്. റൈറ്റ്. നമ്മുടെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഇന്ത്യയിൽ വളരെ ഹൈ ആണ്. നമുക്ക് ഇവരെ യൂസ് ചെയ്യണം. ഫണ്ടമെന്റലി ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യത്ത് ജോലികൾ കൂടുതൽ ഉണ്ടാവണമെങ്കിൽ ആ രാജ്യത്ത് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവണം, എക്കണോമിക് ഗ്രോത്ത് ഉം. ഉണ്ടാവണം. അതാണ് ബേസിക് കോമൺ സെൻസ് ഐഡിയ. റൈറ്റ്. വേറൊരു വഴിയില്ല. ജോലികൾ കൂടാൻ വേറൊരു വഴിയില്ല. ഗവൺമെന്റ് ജോലി കൂട്ടി 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 പോകുന്നതിന് ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പം കഴുത്തിന് പിടിച്ച് പ്രൈവറ്റ് ആൾക്കാരോട് നിങ്ങൾ ഇത്രയും ജോലി കൊടുക്കണം എന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഉം. ഇതൊന്നും നടക്കത്തില്ല. ഇന്ത്യയിൽ പല റെഗുലേഷൻസും അങ്ങനെയാണ്. കഴുത്തിന് പിടിച്ച് മര്യാദയ്ക്ക് ജോലി കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ ഫൈൻ ഇടും എന്ന് പറയുന്ന സിറ്റുവേഷനാണ് ഇന്ത്യയിൽ. അതിനും ഒരു പരിധിയുണ്ട്. അപ്പം എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരിക്കണം. അതായത് GDP ഗ്രോത്ത് കണ്ടിന്യൂസ്ലി ഒരു കൺട്രിയിൽ നടക്കുകയാണെങ്കിൽ ജോലികൾ കൂടും എന്നുള്ളതാണ് ഒരു ബേസിക് എക്കണോമിക്സ് ഫാക്ട്. അതിനെതിരെ നമുക്കൊരു ഡേറ്റയില്ല. ജോലി കൂടി തന്നെ ഇരിക്കും. റൈറ്റ്. നമ്മൾ എക്കണോമിക് ഗ്രോത്ത് സംഭവിക്കുകയാണെങ്കിൽ ജോലി എന്തായാലും കൂടിയിരിക്കും. ഈ എക്കണോമിക് ഗ്രോത്ത് കൂടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഫ്രീഡംസ്, എക്കണോമിക് ഫ്രീഡംസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം കൂടുതൽ ഇൻഡസ്ട്രീസിനെ കൊണ്ടുവരിക, കൂടുതൽ ബിസിനസ്സുകൾ തുടങ്ങുക, അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സംഭവം. റൈറ്റ്. നേരത്തെ ആനന്ദ് റെഗുലേഷൻസിന്റെ കാര്യം പറഞ്ഞു. അപ്പം ഇന്ത്യയിലെ റെഗുലേഷൻസ് കുറച്ചും കൂടെ എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ കാര്യം. റൈറ്റ്. ഞാൻ റെഗുലേഷൻസിന്റെ പോയിന്റിലേക്ക് ഒന്നും കൂടെ വരാം.
അതിനു മുമ്പ് ഞാൻ 2 സജഷൻസ് ആണ് ഇപ്പൊ ബേസിക്കലി സൊല്യൂഷൻസ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. Now ഇതൊന്നും എന്റെ ഒറിജിനൽ ഐഡിയാസ് അല്ല. പല എക്കണോമിസ്റ്റുകളും മുമ്പ് ഒത്തിരി സ്ഥലങ്ങളിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുള്ള ഐഡിയാസ് ആണ്. സോ ഒന്നാമത്തെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മാനുഫാക്ചറിങ് സെക്ടർ ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്? ആനന്ദ് നേരത്തെ ഇത് പറഞ്ഞിരുന്നു. അതായത് പൊതുവെയുള്ള കൺട്രീസ് അഗ്രികൾച്ചറിലായിരിക്കും പൊതുവെ ഉണ്ടാവുക. ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രി കൂടുതലും അഗ്രികൾച്ചറിലായിരിക്കും ജോലികളും അവരുടെ കൂടുതൽ ഗ്രോത്തും ഒക്കെ സംഭവിക്കുന്ന അഗ്രികൾച്ചറിലായിരിക്കും. അതിനുശേഷം അവർ ഡെവലപ്പ് ആകുമ്പോൾ മാനുഫാക്ചറിംഗിലേക്ക് കൂടുതൽ ജോലികൾ പോകും. അപ്പോൾ കൂടുതൽ ആൾക്കാർ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. അതിനുശേഷം സർവീസസിലേക്ക് പോകും. ഇങ്ങനെയാണ് പൊതുവെ നടക്കുന്ന ഒരു ട്രാൻസിഷൻ. നമ്മളിപ്പം ഇപ്പോഴത്തെ അണ്ടർ ഡെവലപ്ഡ് ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗിലേക്ക് പോകുന്ന കൺട്രീസ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ജപ്പാൻ, സൗത്ത് കൊറിയ, ചൈന, ഈവൻ ഹോങ്കോങ് പോലത്തുള്ള കൺട്രീസ്, ഇങ്ങനത്തെ കൺട്രീസ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവരെല്ലാം ഈ ഒരു ട്രാൻസിഷനിലൂടെ കടന്നു പോവുകയാണ്. വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ വിയറ്റ്നാം, ബംഗ്ലാദേശ് ഉള്ള കൺട്രികൾ അവരുടെ ട്രാൻസിഷൻ ഇപ്പൊ മാനുഫാക്ചറിംഗിലാണ്. റൈറ്റ്? അവർ വളരെയധികം മാനുഫാക്ചറിംഗിലേക്ക് അവരുടെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. അവരുടെ ആ സെക്ടർ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത്. ഇന്ത്യയുടെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അഗ്രേറിയൻ എക്കണോമിന്ന് മാനുഫാക്ചറിംഗിൽ അധികം സമയം സ്പെൻഡ് ചെയ്യാതെ നേരെ നമ്മൾ സർവീസസിലോട്ട് ജമ്പ് ചെയ്തു. അതായത് നമ്മുടെ IT അങ്ങനത്തെ സെക്ടറുകളിലാണ് ഇപ്പൊ കൂടുതൽ ഗ്രോത്ത് നടക്കുന്നത്. അവരുള്ളതുകൊണ്ടാണ്, ആ കമ്പനീസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഗ്രോത്ത് നടക്കുന്നത്. അതേസമയം കുറെ പേര് അഗ്രികൾച്ചറിലും ഉണ്ട്. ഈ ട്രാൻസിഷൻ ടു മാനുഫാക്ചറിംഗ് സെക്ടർ നമുക്ക് മര്യാദയ്ക്ക് നടന്നിട്ടില്ല. ഇന്ത്യയിൽ ഈ മാനുഫാക്ചറിംഗിലേക്കുള്ള ട്രാൻസിഷൻ നടക്കാതിരിക്കാനുള്ള മെയിൻ കാരണം നമ്മുടെ 1950s ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിന് ശേഷം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഈ മാനുഫാക്ചറിംഗ് ഗവൺമെന്റ് ചെയ്യും അല്ലെങ്കിൽ ബാക്കിയുള്ള മാനുഫാക്ചറിംഗ് സെക്ടറുകളെ തഴയുന്ന ഒരു സംഭവം ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് നടന്നിരുന്നു. നമ്മളൊരു ലൈസൻസ് പെർമിറ്റ് രാജ്യം എന്നൊക്കെ അതിനെ വിളിക്കും, അല്ലെങ്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസീസ് എന്നൊക്കെ വിളിക്കും. അങ്ങനത്തെ ഒരു സംഭവം ഇന്ത്യയിൽ നടന്നിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടർ ഭയങ്കരമായിട്ട് താറുമാറായി പോകാനുള്ള സംഭവം. ഇതിനെപ്പറ്റി നമ്മൾ വേറൊരു എപ്പിസോഡിൽ കൂടുതൽ സംസാരിക്കാം. വേറൊരു സംഭവം ആനന്ദ് പറഞ്ഞ പോലെ നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ അല്ലെങ്കിൽ ജനറലി ഇൻഡസ്ട്രീസിനെ അഫക്ട് ചെയ്യുന്ന ഒരു സംഭവം ഈ റെഗുലേഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ മെറ്റേണിറ്റി ലീവ് നോക്കുകയാണെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിന്റെ ലെവലിലുള്ള മെറ്റേണിറ്റി ലീവാണ് ഇന്ത്യയിലുള്ളത്. റൈറ്റ്? അതേസമയം ലേബർ ലോസ് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രെഞ്ചന്റ് ആയ ലേബർ ലോസ് ആണ്. ടാക്സ് ലോസ് ഭയങ്കര കൂടുതലാണ്. മിനിമം വേജ് ലോസ് ഭയങ്കര കൂടുതലാണ്. Now ഇതെല്ലാം എടുത്ത് കളയാന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയ കാര്യമാണ്. റൈറ്റ്? അപ്പം ഇതൊക്കെ എടുത്ത് കളയുന്നതിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ എടുത്ത് കളഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ അതിനെക്കാട്ടും കൂടുതലാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് പലതും ഇങ്ങനത്തെ ലോസ് എല്ലാം കുറച്ചും കൂടി എളുപ്പമാക്കണം. സോ ദാറ്റ് ആൾക്കാർക്ക് ജോലി ആദ്യം കിട്ടട്ടെ, നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യട്ടെ, നമ്മൾ ആ ഒരു ട്രാൻസിഷനിലൂടെ കടന്നു പോകട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്രോ ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് ഭാവിയിലേക്ക് മാറാൻ പറ്റും. ഇപ്പൊ ഹോങ്കോങ് സ്വെറ്റ് ഷോപ്പിലൂടെ ഹോങ്കോങ് ഒരു ഹൈ HDI ഉള്ള കൺട്രിയായി മാറിയ കാര്യം ആനന്ദ് പറഞ്ഞ പോലെ ഒരു ട്രാൻസിഷൻ നമുക്ക് നടക്കട്ടെ എന്നുള്ളതാണ്. വേറെ ഒന്ന്, ഈ മാനുഫാക്ചറിംഗ് സെക്ടറിനെ അഫക്ട് ചെയ്യുന്ന വേറൊരു മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു സെക്ടർ ഉണ്ട്. ആ സെക്ടറിലുള്ള പ്രോബ്ലംസും, രണ്ടാമത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ലാൻഡ് ട്രാൻസാക്ഷൻ അതിനകത്തുള്ള പ്രോബ്ലംസും ആണ്. റൈറ്റ്? ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ ബ്രീഫായിട്ട് പറയാം. ഈ ഇലക്ട്രിസിറ്റിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് സെക്ടറിനെ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് ആവശ്യത്തിനുള്ള ഇലക്ട്രിസിറ്റി നമ്മുടെ മാനുഫാക്ചറിംഗ് എന്റിറ്റീസിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. റൈറ്റ്? ഇലക്ട്രിസിറ്റി എന്തുകൊണ്ട് ആവശ്യമാണ്? റൈറ്റ്? നമുക്കറിയാം മാനുഫാക്ചറിംഗ് ഭയങ്കര എനർജി ഇന്റൻസീവ് ആയിട്ടൊരു പ്രോസസ്സാണ്. അപ്പോൾ അവർക്ക് എപ്പോഴും ഇലക്ട്രിസിറ്റി വേണം. അത് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈ ആയിരിക്കണം. ഇങ്ങനത്തെ കുറെ ആവശ്യങ്ങളുണ്ട്. അത് ചീപ്പായിട്ട് അവർക്ക് അവൈലബിൾ ആയിരിക്കണം. ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ മുതൽ ഡിസ്ട്രിബ്യൂഷൻ വരെ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആണ്. Now, നമ്മൾ 1991 ശേഷം ഇത് കുറച്ചൊക്കെ ലിബറലൈസ് ചെയ്തു. സോ പ്രൊഡക്ഷൻ ആസ്പെക്ടിനകത്തൊക്കെ കുറച്ചും കൂടെ നമ്മൾ പ്രൈവറ്റ് കമ്പനികളെ കൊണ്ടുവന്നു. അപ്പോൾ ആ ആസ്പെക്ട് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയി. പക്ഷെ ഇപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് നമ്മുടെ ഡിസ്കോംസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ KSEB ഒക്കെ പോലെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് കൂടുതലും ഗവൺമെന്റ് എന്റിറ്റീസ് ആണ്. ആൻഡ് ഇവരെല്ലാം എക്സ്ട്രീംലി ഇൻഎഫിഷ്യന്റ് ആണ്. പല ആൾക്കാർക്കും വളരെ ചീപ്പായിട്ടാണ് അവർ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്. ആൻഡ് ആൾക്കാർക്ക് ഇപ്പൊ ഡൽഹിയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ കേജ്രിവാൾ വന്ന സമയത്ത് അവർ വളരെ ചീപ്പായിട്ട് ആൾക്കാർക്ക് എത്ര 200 യൂണിറ്റോ മറ്റോ ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കൊടുത്തു. Now ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രീ അല്ല. അപ്പൊ എവിടുന്നാണ് അവർ ഈ പൈസ ഉണ്ടാക്കുന്നത്? 200 യൂണിറ്റ് ഫ്രീ കൊടുക്കുന്നത്? ഇവർ നേരെ ഈ പൈസ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് എക്സ്ട്രാ പൈസ ചാർജ് ചെയ്തിട്ടാണ്. അതിന് ക്രോസ് സബ്സിഡൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയും. Now ഈ മാനുഫാക്ചറിംഗ് കമ്പനികളാണ് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത്. അവർക്ക് ഇലക്ട്രിസിറ്റിന്റെ പൈസ ഇത്രയും കൂടുകയാണെങ്കിൽ 1-2 ആൾക്കാരെ എംപ്ലോയ് ചെയ്യാനുള്ള അവരുടെ അവസരം അവിടെ കുറയുന്നത്. റൈറ്റ്? അപ്പൊ നമുക്കൊരു 200 യൂണിറ്റോടെ ഫ്രീ ഇലക്ട്രിസിറ്റി കിട്ടിയാൽ ഒരാളുടെ ജോലി അവസരമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. സോ ഈ ക്രോസ് സബ്സിഡൈസേഷൻ പ്രോബ്ലം, ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ കുറെ ലോസസ് സംഭവിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ആൾക്കാരിലേക്ക് എത്തുന്നില്ല. അപ്പൊ ഈ ഇലക്ട്രിസിറ്റി സെക്ടറിനകത്തുള്ള പ്രശ്നങ്ങൾ മാനുഫാക്ചറിംഗ് സെക്ടറിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്? അഗെയിൻ വേറൊരു എപ്പിസോഡിൽ നമ്മൾ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം. സോ ഇവിടെയും നമുക്ക് കൂടുതൽ കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ പറ്റണം, കൂടുതൽ ഇലക്ട്രിസിറ്റി എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റണം, പ്രൈവറ്റൈസേഷൻ നടക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇലക്ട്രിസിറ്റിനകത്ത് ഒരു വ്യത്യാസം വരുന്നത് കൊണ്ട് മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഗുണങ്ങൾ ഉണ്ടാവുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ലാൻഡ് ആവശ്യമാണ്. ഫാക്ടറീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ
ഇന്ത്യയിലെ ലാൻഡ് സിസ്റ്റം വളരെയധികം മെസ്റ്റപ്പ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നല്ല ലാൻഡ് ടൈറ്റിൽസ് ഇല്ല. പട്ടയം അങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാർക്ക് ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ട് ലാൻഡ് വിൽക്കാനും മേടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ത്യയിലെ കോർട്ടുകളിലുള്ള നല്ല ശതമാനം കേസുകളും ലാൻഡ് ഡിസ്പ്യൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു കേസെങ്കിലും ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോർട്ടിൽ കിടപ്പുണ്ടാവും. നല്ല ന്യൂസ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ 2026 കോൺഗ്രസ് ഗവൺമെന്റ് ബഡ്ജറ്റിൽ വി ഡി സതീശൻ ഈ കേരളത്തിൽ ഒരു ലാൻഡ് ബാങ്ക് ഉണ്ടാക്കുന്നതിനെ പറ്റി അദ്ദേഹം ഒരു അനൗൺസ്മെന്റ് നടത്തേണ്ടത്. അതൊക്കെ നല്ല മൂവ്സ് ആണ്, റൈറ്റ്? അപ്പം നമുക്ക് ഇതൊരു ലാൻഡ് ബാങ്ക് ആവശ്യമുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് മാനുഫാക്ചറിംഗ് സെക്ടറിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. അതിലൂടെ കൂടുതൽ ജോലികൾ വരുന്ന കാര്യങ്ങൾ, റൈറ്റ്? രണ്ടാമത്തെ ഒരു സജഷൻ, ഈ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ ജോബ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ ആണ്. ഈ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ കാർത്തിക് മുരളീധരൻ അദ്ദേഹത്തിന്റെ ആക്സിലറേറ്റിംഗ് ഇന്ത്യാസ് ഡെവലപ്മെന്റ് ഒരു ബ്രില്യൻ ബുക്ക് ഉണ്ട്. അതിനകത്ത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തൊരു ഐഡിയ ആണ്. സോ ഈ ഐഡിയ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ്. ഐഡിയയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ സ്കിൽ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിന് പകരം ഇന്ത്യ ഒത്തിരി പൈസ 2014 മുതൽ ഒത്തിരി പൈസ സ്കിൽ ട്രെയിനിങ്ങിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്കിൽ ട്രെയിനിങ്ങിൽ പൈസ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഗവൺമെന്റ് ഒരു 2 to 4 ഇയർ ഒരു പെയ്ഡ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം തുടങ്ങുക എന്നുള്ളതാണ് ഉം. അദ്ദേഹത്തിന്റെ ഐഡിയ, റൈറ്റ്? ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ എഡ്യൂക്കേഷനിൽ കൊടുക്കാം, ഹെൽത്തിൽ കൊടുക്കാം, പോലീസിംഗിൽ കൊടുക്കാം, അങ്ങനെ പല ഏരിയാസിൽ ഒരു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം തുടങ്ങുക. അതിനകത്തൊരു 50% ഫീൽഡ് വർക്കും ഒരു 50% അവർക്ക് തിയറട്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ ഈ ഇന്ത്യയിൽ ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഈ ഗവൺമെന്റ് ജോലികളിലേക്ക് കുറെ ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിലും ഇവരുടെ എല്ലാം സാലറി കൂടുതലാണ്, പെൻഷൻ കൂടുതലാണ്. ഇതാണ് ഒരു സൈഡിൽ. മറ്റൊരു സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആവശ്യത്തിന് ഗവൺമെന്റ് എംപ്ലോയീസ് ഇല്ല. നമുക്ക് ആവശ്യത്തിന് പോലീസുകാരില്ല, ആവശ്യത്തിന് ഗവൺമെന്റ് ഓഫീസിൽ സ്റ്റാഫ് ഇല്ല, ഇന്ത്യയിൽ ആവശ്യത്തിന് ജഡ്ജിമാരില്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ട്, റൈറ്റ്? അപ്പൊ നമുക്ക് കൂടുതൽ ആൾക്കാർ ഗവൺമെന്റിൽ ആവശ്യമുണ്ട്. ഗവൺമെന്റ് കൂടുതൽ ആൾക്കാർ എടുക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം എടുത്ത് ആൾക്കാരുടെ ജീവിതം നന്നാക്കാൻ പറ്റുമെങ്കിൽ ഇവർക്കൊന്നും പൈസ കൊടുക്കാനില്ലല്ലോ എന്നുള്ളതാണ് ഗവൺമെന്റ് കൂടുതൽ ആൾക്കാരെ എടുക്കാത്തതിനുള്ള കാരണം. സോ ഇതിന്റെ ഒരു സൊല്യൂഷനാണ് കാർത്തിക് മുരളീധരൻ പറയുന്നത്. അപ്പൊ ഈ സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നതിന് പകരം ഇവർ 2 to 4 ഇയറിലേക്ക് അപ്രന്റീസ്ഷിപ്പ് ആയിട്ട് എടുക്കുക. 50% ട്രെയിനിങ് കൊടുക്കുക തിയറട്ടിക്കലി, 50% ഫീൽഡ് ട്രെയിനിങ് കൊടുക്കുക. ഒരു ഫീൽഡിൽ 50% ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അങ്ങനെ ഒരു പോലീസിലേക്ക് കുറച്ചും കൂടെ ആൾക്കാരെ പോലീസിന് കിട്ടും. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കുറച്ചും കൂടെ ടീച്ചേഴ്സിനെ സ്കൂളുകളിൽ കിട്ടും. അപ്പൊ ആ അപ്രന്റീസുകൾ അവിടെ എത്തുകയാണ്. ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഗ്രാജുവേഷൻ ആണല്ലോ നമ്മൾ PSCക്കും UPSCക്കും ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ വെക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് 12 ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് വെച്ചാൽ മതി. കാരണം പല റിസർച്ചുകളും കാണിക്കുന്നുണ്ട് ഗവൺമെന്റ് ടീച്ചേഴ്സിനെക്കാട്ടും കൂടുതൽ ഇങ്ങനത്തെ അപ്രന്റീസ്ഷിപ്പ് ആയിട്ട് ക്ലാസ് 12 കഴിഞ്ഞ് പോകുന്ന ടീച്ചേഴ്സാണ് കുറച്ചും കൂടെ നല്ല രീതിയിൽ എഡ്യൂക്കേഷണൽ ഔട്ട്കംസ് കൊണ്ടുവരുന്ന രീതിയിൽ ടീച്ചിങ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള പല റിസർച്ചുകളും കാണിക്കുന്നുണ്ട്. അതിന്റെ ബേസിസിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഇവർ ഈ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞു, ഈ 2 to 4 ഇയേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഈ ട്രെയിനിങ് കഴിഞ്ഞവർക്ക് ഗവൺമെന്റ് എക്സാംസിലേക്ക് കിട്ടാൻ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ നമുക്കൊരു പോയിന്റ് സിസ്റ്റം വല്ലതും എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതായത് ഈ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്ക് ഗവൺമെന്റ് എക്സാംസ് എഴുതുന്ന സമയത്ത് ജോലി കിട്ടാൻ അവർക്ക് അവസരം കൂടുതൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ അപ്രന്റീസ്ഷിപ്പ് എടുക്കാൻ ആൾക്കാർക്ക് പലർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് സംഭവം. ഇതൊരു സ്കിൽ ട്രെയിനിങ് ആയിട്ടും ഉപയോഗിക്കാം. Now, ഇങ്ങനത്തെ ഒരു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം കഴിഞ്ഞവർക്ക് പ്രൈവറ്റ് ജോലികളും കിട്ടാനുള്ള സാധ്യത കൂടും എന്നുള്ള അവസരം കൂടെ ഉണ്ട്. അപ്പോൾ ഒരു സ്കിൽ ട്രെയിനിങ് ആയിട്ട് പ്രോപ്പർലി ഇത് സംഭവിക്കുക. Now, ഇതാണ് ഒരു സൈഡിൽ നടക്കേണ്ട കാര്യം. വേറൊരു സൈഡിൽ ഗവൺമെന്റ് ഇപ്പോഴും പലപ്പോഴും പല ആൾക്കാരും ഒരു പെർമനന്റ് എംപ്ലോയി, പെർമനന്റ് ജോബ് എന്നുള്ള രീതിയിൽ എടുക്കുന്നതിന് പകരം ഗവൺമെന്റ് ഈ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ ആൾക്കാരെയും അല്ലാത്ത ആൾക്കാരെയും ജനറലി ഗവൺമെന്റ് ഒരു 3 to 5 ഇയർ കോൺട്രാക്ട് ജോലികളിലായിട്ട് ഗവൺമെന്റ് എടുക്കുക എന്നുള്ളതാണ് കാർത്തിക് മുരളീധരൻ പറയുന്ന ഒരു സജഷൻ. ഈ 3 to 5 ഇയറിലേക്ക് മാത്രം എടുക്കണം എന്നുള്ളതല്ല. ഗവൺമെന്റ് 3 to 5 ഇയർ അതിനുശേഷം അവർക്ക് റിന്യൂ ചെയ്യാം ഈ കോൺട്രാക്ട്. പക്ഷെ അവരുടെ പെർഫോമൻസിൽ ബേസ് ചെയ്തായിരിക്കും ഈ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നത്. കോൺട്രാക്ട് ആയിട്ട് ആൾക്കാരെ എടുക്കുന്ന സമയത്ത് ഒത്തിരി സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോബ് ബേസ്ഡ് അല്ലെങ്കിൽ പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും ഇവരുടെ ഹയറും ഇവരുടെ ഹൈക്കും അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും. സോ ഇന്ത്യയിൽ ഈ പെർമനന്റ് ജോബ്സ് എന്നൊരു സംഭവം പലപ്പോഴും സംഭവിക്കുന്നത് ഗവൺമെന്റ് സിസ്റ്റത്തിനകത്ത് ഭയങ്കര വീക്കൻ ചെയ്യുകയാണ്, റൈറ്റ്? നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ ഒരു ഇൻസെന്റീവ് ഇല്ല. കാരണം പെർമനന്റ് ജോബാണ്, ജോലി ഒരിക്കലും നഷ്ടപ്പെടില്ല, അങ്ങനത്തെ സംഭവം. ഈ റിന്യൂവബിൾ കോൺട്രാക്ട് വരുന്ന സമയത്ത് അവർക്ക് പെർഫോം ചെയ്യാനും അവരുടെ സ്കിൽസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ അവർക്ക് ഒരു ഇൻസെന്റീവ് ഉണ്ട്. എന്തായാലും ഇന്ന് നമ്മളിപ്പോൾ ഗവൺമെന്റിൽ നോക്കുകയാണ്, ഇപ്പോൾ കേരള ഗവൺമെന്റ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എടുക്കുകയാണെങ്കിലും ഒരു ഒത്തിരി കൺസൾട്ടൻസിനെയും ഫെലോസിനെയൊക്കെ അവർ ഹയർ ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഇപ്പം ഞങ്ങളും ഫെലോസ് ആയിട്ട് മുമ്പ് ഗവൺമെന്റിലൂടെ വർക്ക് ചെയ്ത ആൾക്കാരാണ്, റൈറ്റ്? അതിന് പകരം ഒരു കോൺട്രാക്ട് എംപ്ലോയീസ് ആയിട്ട് ഗവൺമെന്റ് എടുത്തിട്ട് ആ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ഈ അപ്രന്റീസുകൾക്കും ജോലി കിട്ടാൻ ഒരു അവസരമാവും. ഗവൺമെന്റ് ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരു ജോലി കിട്ടും. അങ്ങനെ പബ്ലിക് സെക്ടർ എംപ്ലോയ്മെന്റ് എന്നുള്ള സംഭവം അതിന്റെ എക്സ്പെക്ടേഷൻസും അതിനകത്തുള്ള ആൾക്കാർ കൂടുതൽ പോകുന്നതും കുറച്ച് കുറയാനും അതിലൂടെ പ്രൈവറ്റ് സെക്ടറിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ് കുറയാനും കൂടുതൽ ജോലികൾ അവിടെ വരാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടാവും എന്നുള്ളതാണ് കാർത്തിക് മുരളിയുടെ വേറൊരു സജഷൻ. എഗെയിൻ ഈ രണ്ട് സജഷൻസും ഇന്ത്യയിലുള്ള ജോലിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള 5 സജഷൻസ് പറയാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. യാ.
എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ജോലി ഏറ്റവും കൂടുതൽ വരണമെങ്കിൽ സോനൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാക്സിമം ഗ്രോ ചെയ്യാൻ നോക്കുക. കൂടുതൽ എന്റർപ്രൈസസ് ഇവിടെ വരാൻ നോക്കുക. കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിലോ, അതൊക്കെ കുറച്ചും കൂടി ഈസി ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വരുന്ന യാ. ഗവൺമെന്റും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഈ എപ്പിസോഡിലൊക്കെ പറഞ്ഞൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എംപ്ലോയ്മെന്റ് ക്രൈസിസ് ആണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. ഇതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളുടെ ഇപ്പൊ കാണുന്ന ഈ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. ഇനിയും അത് ഗവൺമെന്റ് സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതൊക്കെ അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ വരും കാലങ്ങളിലും ഇങ്ങനത്തെ കൂടുതൽ പ്രൊട്ടസ്റ്റുകൾ കാണാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ജോലികൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളതൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ. ബൈ ബൈ.